കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വചനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ദൈവം തരുന്ന അവസരങ്ങൾക്കും പദവികൾക്കുമായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ഈ ശുശ്രൂഷകൾ ആത്മാവിൽ പ്രസൈഡ് ചെയ്യുന്ന സഭയുടെ സീനിയർ ശുശ്രൂഷകൻ കുടുംബം, നമ്മുടെ നടുവിലായിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനായിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷക്തൻ, ബഹുമാന്യരായ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ചർച്ചിൻ്റെ വർഷിപ്പ് ടീം, ചർച്ചിലെ മറ്റ് ശുശ്രൂഷകർ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ വളരെ സ്നേഹത്തോടെ എൻ്റെ ക്രിസ്തീയ വന്ദനം ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. വീണ്ടും നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ദൈവം തരുന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം. ഈ സെഷനിൽ കൂടുതൽ ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ശാന്തമായി നിങ്ങളോട് സംസാരിക്കണം എന്ന് പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു നിയോഗത്തോടു കൂടിയാണ് നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നത്. എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണം, ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അടുത്തൊരു തലത്തിലേക്ക് എത്തിക്കണം എന്ന പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. വളരെ പ്രാർത്ഥനാപൂർവം നാം ഏവരും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം തുറക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങൾ നാം ഒരുമിച്ച് വായിക്കാൻ പോകുന്നു. മർക്കോസ് 11:22. ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യെസ്, ഈ വാക്യങ്ങൾക്കായി കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഈ പകലിൽ കർത്താവ് നമ്മുടെ മധ്യത്തിൽ കൈമാറിയിരിക്കുന്നത്. ഇനി എല്ലാവരും എന്നെ ശാന്തമായി കുറച്ച് സമയം ശ്രദ്ധിക്കണം. ഈ വചനം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. മർക്കോസ് 11:22-23 വാക്യങ്ങളിൽ ലോഗോസ് ആയി നിൽക്കുന്ന എഴുതപ്പെട്ട വചനം നമുക്ക് വേണ്ടി റേമയാകാൻ പോകുകയാണ്. അത് പുസ്തകം വിട്ട് നമുക്ക് വേണ്ടി പുറത്തു വരാൻ പോകുകയാണ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, സത്യത്തിൽ ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തോടു കൂടി ഒരു മലയോട് നീ നീങ്ങി കടലിൽ ചാടുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. അടുത്ത വാക്ക് കർത്താവ് അത് സത്യമായിട്ടും, യേശു കർത്താവ് സത്യം പറഞ്ഞ് ചെയ്തു പറഞ്ഞൊരു വാക്കാണ്, ഒരു വാചകമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ ഒരു അധ്യായത്തിലേക്ക് വരുമ്പോൾ വ്യത്യസ്ത നിലകളിലെ ചില നിയോഗങ്ങൾ, പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമല്ല, ദൈവപുത്രൻ്റെ മേൽ പിതാവാം ദൈവം പകർന്ന ഒരു മഹാനിയോഗത്തിൻ്റെ ആരംഭം. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത് പറഞ്ഞു വന്ന് യേശു ശിഷ്യന്മാരോട് ഒരു കാര്യത്തിന് ഉത്തരം പറയുന്നതായിട്ടാണ് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നത്. ഉത്തരം ഉണ്ടാകുന്നത് ഒരു ചോദ്യം വരുമ്പോഴാണ്. സ്തോത്രം. സത്യത്തിൽ അവിടെ ഒരു ചോദ്യമല്ല, അവരുടെ ഇടയിൽ നടന്നൊരു സംഭവം പത്രോസ് പറയുമ്പോൾ അതിന് മറുപടിയായിട്ട് യേശു പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്, നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം. 22-ാം വാക്യത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ. ശ്രദ്ധിച്ചേ, കർത്താവ് നമുക്ക് നൽകി തന്ന വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ 66 പുസ്തകങ്ങളിൽ ആദ്യത്തെ 39 പുസ്തകം പഴയ നിയമവും ശേഷിക്കുന്ന 27 പുസ്തകങ്ങൾ പുതിയ നിയമവുമായി നാം കാണുമ്പോൾ, പുതിയ നിയമത്തിൻ്റെ ആരംഭ പുസ്തകങ്ങൾ 4 സുവിശേഷങ്ങളാണ്. സുവിശേഷം ഒന്നേ ഉള്ളൂ. സുവിശേഷത്തിന് ബൈബിൾ തരുന്ന നിർവചനം, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ഗോസ്പൽ അഥവാ സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ജനനമുണ്ട്, ജീവിതമുണ്ട്, മരണമുണ്ട്, അടക്കമുണ്ട്, പുനരുത്ഥാനമുണ്ട്. യേശു കർത്താവിൻ്റെ ജനന മരണ പുനരുത്ഥാനത്തിൻ്റെ ആകത്തുകയാണ് സുവിശേഷം. എന്നാൽ 4 സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്,
യോഹന്നാൻ എന്ന ക്രമത്തിൽ 4 സുവിശേഷ പുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 4 വ്യക്തികളും 4 ഡയമെൻഷനുകളിൽ 4 തലങ്ങളിലായി ഇതിനെ ചിത്രീകരിച്ചിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നാം നോക്കുമ്പോൾ യേശു നമുക്ക് വേണ്ടി രാജാതി രാജാവും കർത്താതി കർത്താവുമായ ദൈവമായി യേശു വെളിപ്പെട്ട് നിൽക്കുന്നു. എന്നാൽ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദാസനായി ഇറങ്ങി നിൽക്കുന്നത് കാണാം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടുന്ന് മനുഷ്യപുത്രനാണ്. സ്തോത്രം. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അവൻ ദൈവപുത്രനായി പ്രത്യക്ഷനായിരിക്കുകയാണ്. സ്തോത്രം. സുവിശേഷം ഒന്നേ ഉള്ളൂ, എന്നാൽ 4 തലങ്ങളിൽ 4 വ്യത്യസ്ത മേഖലകളിൽ യേശുവിനെ ഓരോ സുവിശേഷത്തിലും ചിത്രീകരിച്ചിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. എങ്കിലും 11-ാം അധ്യായം തുടങ്ങുമ്പോഴേ യേശു കർത്താവ് കെട്ടപ്പെട്ടൊരു കഴുതയെ സ്വതന്ത്രമാക്കി അതിന്മീതെ ഇരുന്ന് താൻ യാത്ര ചെയ്യുന്ന ഒരു ഭാഗം കാണാൻ കഴിയുന്നു. ഇത് കഴിഞ്ഞ് യേശു കർത്താവ് ബഥാനിയ വിട്ടു പോരുമ്പോൾ യേശുവിന് വിശന്നു. ഒത്തിരി ഇലയുള്ള തളിർത്ത് നിൽക്കുന്ന ഒരു അത്തിവൃക്ഷത്തെ കണ്ടു. ഇതിൻ്റെ അരികിലേക്ക് ചെന്ന് ഫലമുണ്ടോ എന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഫലമില്ലാത്ത ഒരവസ്ഥ കർത്താവ് കണ്ടു. അടുത്ത വാക്കുകളിൽ യേശു അതിനെ ശപിക്കുന്നു. ഇത് കഴിഞ്ഞ് യേശു പോവുക. പിറ്റേ ദിവസം വരുമ്പോൾ പത്രോസ് നോക്കുമ്പോൾ അത് ഉണങ്ങി നിൽക്കുന്നു. പത്രോസ് അവിടെ പറയുന്നൊരു വാക്കുണ്ട്, സ്തോത്രം, റബ്ബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. കണ്ടോ ഈ ഭാഗത്തിൻ്റെ പ്രമേയം കണ്ടോ? യേശു കർത്താവ് ബഥാനിയ വിട്ട് പോകാൻ തുടങ്ങുമ്പോൾ കർത്താവിന് അതുവരെ ഇല്ലാത്തൊരു വിശപ്പ് അവിടെ ഉണ്ടാകുക. തളിർത്ത് ഒത്തിരി ഇലയോടുകൂടി നിൽക്കുന്ന ഒരു അത്തിവൃക്ഷത്തിലേക്ക് നോക്കുമ്പോൾ പ്രതീക്ഷയോടെയാ ചെന്നത്. സത്യത്തിൽ അതിനകത്ത് ഇലയും തളിർപ്പും മാത്രമേ ഉള്ളായിരുന്നു, ഫലമില്ലായിരുന്നു. കർത്താവ് എല്ലാ കാലത്തും ദൈവമക്കളെ നോക്കുമ്പോൾ അവരുടെ അകത്ത് ഫലമുണ്ടോ എന്നാണ് നോക്കുന്നത്. സ്തോത്രം. ഒത്തിരി തളിർപ്പിലോ ഒരുപാട് ഉപരി വിപ്ലവങ്ങളിലോ എന്തെങ്കിലും ഇമോഷനായിട്ടുള്ള സ്തോത്രം പ്രകടനങ്ങളിലോ അല്ല, നമ്മുടെ അകത്ത് ഫലം ഉണ്ട് എങ്കിൽ സ്തോത്രം, കർത്താവിനാവശ്യം നമ്മുടെ അകത്ത് വെളിപ്പെട്ടു വരേണ്ട ദൈവിക ഫലത്തെയാണ്. ഞാൻ ഇന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, നമ്മുടെ അകത്ത് ദൈവസ്നേഹം വർദ്ധിക്കട്ടെ, നമ്മുടെ അകത്തെ കമ്പാഷൻ വർദ്ധിക്കട്ടെ, നമ്മുടെ ഉള്ളിലെ സഹിഷ്ണുത വർദ്ധിക്കട്ടെ, ആത്മാവിൻ്റെ സകല ഫലങ്ങളും നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാരണമാക്കി തീർക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന 7 ദിവസം പൂർത്തീകരിച്ച് ഇവിടെ ആശീർവാദം പറയുന്നതിന് മുൻപ് കൂട്ടമായി ഫലം കായ്ക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളിലേക്ക് വെളിപ്പെട്ട് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവർ ആ കരം ഉയർത്തി ദൈവത്തിൻ്റെ മഹത്വം കൊടുത്താട്ടെ. കർത്താവിന് തളിർപ്പല്ലേ ആവശ്യം, കർത്താവിന് പുറമേ ഇങ്ങനെ ഒത്തിരി വളർന്നു നിൽക്കുന്ന സ്തോത്രം, ഒത്തിരി ഇലയോട് കൂടി നിൽക്കുന്ന അനുഭവമല്ലേ ആവശ്യം. കർത്താവ് അതിനിടയിൽ ഫലമുണ്ടോ എന്ന് നോക്കി. ഫലമില്ലാത്തതിനെ കർത്താവ് ശപിക്കുകയാണ്. ഞാൻ കരുതുക, ഇങ്ങനെ ഈ അത്തിയെ നോക്കി യേശു ശപിക്കുമ്പം പത്രോസ് കൂടുണ്ട്. പത്രോസ് നോക്കി കാണും, കർത്താവ് ശപിച്ചിട്ട് ഇത് ഇപ്പം നശിക്കുന്നുണ്ടോ, ഇപ്പം ഇത് ഉണങ്ങിപ്പോകുന്നുണ്ടോ. അന്നേരം റിസൾട്ട് ഒന്നും കണ്ടില്ല. പിറ്റേ നാൾ അതുവഴി വന്നപ്പോൾ അതേ സ്ഥലത്തേക്ക് പത്രോസ് ഒന്നുകൂടെ നോക്കി. പത്രോസ് പിറ്റേ ദിവസം നോക്കുമ്പോൾ അത് ഉണങ്ങി നിൽക്കുക. സ്തോത്രം. എന്തുകൊണ്ടാണ് ഇന്നലെ അത് ഉണങ്ങാതിരുന്നേ? ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാ, യേശുവിൻ്റെ വാക്ക് അതിൻ്റെ ഇലയെയോ അതിൻ്റെ തളിർപ്പിനെയോ അല്ല തൊട്ടത്, ആ മിനിറ്റിൽ അതിൻ്റെ വേരിനെ തൊട്ടു. വേര് ആ മിനിറ്റിൽ ഉണങ്ങിത്തുടങ്ങി. അടുത്ത 24 മണിക്കൂർ കഴിയുമ്പോൾ അത് മുഴുവൻ ഉണങ്ങിപ്പോകത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ മഹത്വം വ്യാപരിച്ചു. ഒരു വാക്ക് ഞാൻ ഇങ്ങനെ പറയുകയാ, ദൈവത്തിൻ്റെ വാക്കും ദൈവത്തിൻ്റെ വചനവും വെളിപ്പെട്ടു വരുന്നത് പുറമേ കാണുന്ന മേഖലകളിലല്ല, ചില വിഷയങ്ങളുടെ വേരിൻ്റെ മേൽ ദൈവത്തിൻ്റെ വാക്ക് വെളിപ്പെട്ടു വരാൻ പോകുകയാ. കാലങ്ങളായി നിങ്ങളെ വെല്ലുവിളിക്കുന്ന, കാലങ്ങളായി നിങ്ങൾക്കെതിരെ അവകാശം പറയുന്ന ഇരുട്ടിൻ്റെ ആധിപത്യങ്ങളുടെ വേരിനെ തൊടുന്ന ഒരു ദൈവമഹത്വം ഇന്നത്തെ വചനത്തിലൂടെ തുറന്നു വരുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉറപ്പ് തന്നാൽ, വിശ്വസിക്കാൻ പറ്റുന്ന ദൈവമക്കളുണ്ടെങ്കിൽ വായി തുറന്ന് അധരം ചലിപ്പിച്ച് കർത്താവിൻ്റെ മഹത്വം കൊടുത്തു. കാണുന്ന മണ്ഡലത്തിലല്ല, കാണാത്ത മണ്ഡലത്തിൽ, കാണുന്ന മണ്ഡലത്തിലല്ല, കാണാത്ത മണ്ഡലത്തിൽ ദൈവപുത്രന്റെ വാക്ക് വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ കാണാത്ത മണ്ഡലത്തിനകത്ത് പത്രോസിന്റെ കണ്ണെത്താത്തെടുത്ത്
യാക്കോബിന്റെ കണ്ണെത്താത്തെടുത്ത്, അന്ത്രയോസിന്റെ കണ്ണെത്താത്തെടുത്ത്, ഫിലിപ്പോസിന്റെ കണ്ണെത്താത്തെടുത്ത് യേശുവിന്റെ വാക്കെത്തിയെങ്കിൽ ആരോടൊക്കെയോ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ കൈമാറുന്നു. എന്റെയും നിങ്ങളുടെയും കണ്ണെത്താത്തെടുത്ത് ഇന്ന് പകൽ ദൈവത്തിന്റെ വാക്ക് വെളിപ്പെട്ട് വരാൻ പോകുക. ജീസസ് മൈറ്റി നെയിം. എല്ലാ കാലഘട്ടത്തിലും ദൈവപുത്രന്റെ വാക്ക് വെളിപ്പെട്ട് വരുന്നത് വിഷയങ്ങളുടെ റൂട്ടിന്റെ മേലായിരിക്കും. ചില പ്രതിസന്ധികളുടെ റൂട്ടിനെ കർത്താവ് തൊടാൻ പോവാ. രക്തത്താൽ ജയം. പത്രോസ് ഒരു പക്ഷേ അപ്പോൾ ആ അത്തിയെ നോക്കി ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. സ്തോത്രം. പക്ഷെ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അത്തിയുടെ മേൽ മാറ്റം സംഭവിച്ചു. സ്തോത്രം. ഇവിടെ ആരാധിക്കുമ്പോഴും ഇവിടെ വചനം കേൾക്കുമ്പോഴും ഇവിടെ കൈതട്ടുമ്പോഴും ഒന്നും ഒരു റിസൾട്ടും ഇല്ലായേക്കാം. പക്ഷേ ആത്മനിയോഗത്തോടെ കർത്താവിൻ്റെ പ്രതിപുരുഷനായി നിന്നുകൊണ്ട് ചില ജീവിതങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ ഒരു പ്രവചന ദൂത് പോലെ കൈമാറുകയാ. ഇവിടെ ഒന്നും കാണില്ല. പക്ഷേ ഈ ശുശ്രൂഷയ്ക്ക് അനന്തരമായി നീ വീടിനകത്ത് കയറുന്നതിന് മുമ്പ്, നിങ്ങളുടെ വീടിന്റെ മെയിൻ ഡോറിനകത്തേക്ക് കാഴ്ച വിട്ടുന്നതിന് മുമ്പ്, നിങ്ങളുടെ പട്ടണത്തിനകത്ത്, നിങ്ങളുടെ സിറ്റിക്കകത്ത് കയറുന്നതിന് മുമ്പ് ഇതിന്റെ റിസൾട്ടിനെ ചലിപ്പിക്കാൻ കഴിയുന്ന നിങ്ങളെ ഒത്തിരി അസ്വസ്ഥപ്പെടുത്തുന്ന ആ മേഖലയ്ക്കകത്തേക്ക് നിങ്ങൾ എത്തുമ്പോൾ തന്നെ ഇതിനകത്ത് ചില അത്ഭുതങ്ങളെ കാണത്തക്ക നിലയിൽ Glory to Jesus. നിന്റെ അപ്പത്തെ നീ വെള്ളത്തിന്മീതെ എറിയുക. ഏറിയ നാൾ കഴിഞ്ഞത് മടങ്ങി വരും. ദൈവസന്നിധിയിൽ പറഞ്ഞു വെക്കുന്ന വാക്കുകൾക്ക് റിസൾട്ട് ഉണ്ടെന്ന്. ഹല്ലേലൂയ. പത്രോസിന്റെ ഹൃദയത്തെ തൊട്ട് യേശു കർത്താവിന് മൗനമായി പറയാൻ ഒരു ദൂതുണ്ട്. പത്രോസേ, ഇന്നലെ എന്റെ വാക്ക് വെളിപ്പെട്ടപ്പോൾ അത്തിയിൽ ഒന്നും നടന്നില്ല. പക്ഷെ എന്റെ വാക്ക് വൃഥാവായി തീരത്തില്ല. ഇന്ന് ഞാൻ സഭയോട് ആത്മാവിൽ പ്രബോധിപ്പിക്കുകയാ. ദൈവത്തിന്റെ വാക്കുകൾ, ദൈവത്തിന്റെ വചനങ്ങളൊന്നും വൃഥാവായി പോകത്തില്ല. അവന്റെ നാവിൽ നിന്നും ഒരു വചനം പുറത്തു വന്നാൽ അതിന്റെ പ്രവൃത്തി തികയ്ക്കാതെ മടങ്ങിപ്പോകയില്ല. ഈ വചനത്തിന് ആമേൻ പറഞ്ഞ് നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ ഈ ചർച്ചിന്റെ 4 ചുവരുകൾക്കപ്പുറം ഈ വചനം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകുകയാ. ഈ വചനം നിങ്ങളുടെ വിഷയത്തിനകത്തെ ക്രിയ ചെയ്യാൻ പോകുകയാ. ഈ വചനം നിങ്ങളുടെ വിഷയത്തെ ജീവിപ്പിക്കാൻ പോകുകയാ. സാധ്യതയില്ലാത്ത പ്രതലത്തിൽ ഉലകത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരുത്തർക്ക് കൈമാറാത്ത ദൈവിക നിയോഗത്തെ നിങ്ങൾക്ക് വേണ്ടി കൈമാറേണ്ടതിനായി യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ. കർത്താവ് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ പോവാ. രക്തത്താൽ ജയം. വിശ്വാസം എന്ന വാക്കിന് ബൈബിൾ തരുന്ന നിർവചനം നമുക്കറിയാലോ. അത് ആശിക്കുന്നതിന്റെ ഉറപ്പാ. അത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. സ്തോത്രം. ഇബ്രാഹിം 11-ാം അധ്യായത്തിൽ വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ട് വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക നമുക്കതിനകത്ത് കാണാം. വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തി. വിശ്വാസത്താൽ അവർ സിംഹത്തിന്റെ വായ അടച്ചു. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിന്റെ മീതെ നടന്നു. 12-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശുക്രിസ്തുവിനെ നോക്കുവിൻ. ദ ഓതർ ഓഫ് യുവർ ഫെയ്ത്ത്. ശ്രദ്ധിക്കണേ, അവിടെ കൊടുത്തിരിക്കുന്ന 2 വാക്ക്, വിശ്വാസത്തിന്റെ നായകനും വിശ്വാസത്തിന് പൂർത്തി വരുത്തുന്നവൻ. വിശ്വാസത്തിന്റെ ഓഥർ, നായകൻ. സ്തോത്രം. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസത്തിന്റെ ഓഥർ, നായകൻ അഥവാ അതോറിറ്റി അത് യേശുവിനാണ്. നമ്മൾ വിശ്വസിക്കുന്ന വിഷയത്തിനകത്ത് പൂർത്തീകരണം വരുത്തുന്നത് യേശുവാ. ഹല്ലേലൂയ. നമ്മൾ ഫെയ്ത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രതിസന്ധിക്കകത്ത് ആർക്കും സാധ്യതയില്ലാത്തൊരു വിഷയത്തിന്റെ നടുവിൽ നാം നിൽക്കുമ്പോൾ, അതിന്റെ നടുവിൽ വിശ്വാസത്തെ നാം പ്രവർത്തിക്കുമ്പോൾ ആ വിശ്വാസത്തിന്റെ നായകൻ യേശുവാ. അത് പൂർത്തീകരിക്കുന്നത് യേശുവാ. അപ്പോൾ എന്റെയും നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസത്തിന്റെ ഉടമസ്ഥാവകാശം സ്വർഗത്തിലെ ദൈവത്തിനല്ലേ? ഒരു ഡിവൈൻ പ്രോഡക്റ്റ് അല്ലേ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന വിശ്വാസം? നമ്മുടെ വിശ്വാസ നിമിത്തം ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ ദൈവകൃപയെ കർത്താവ് മടക്കി തരാൻ പോകുകയാ. നമ്മുടെ വിശ്വാസ നിമിത്തം ഇന്നലകളിലെ പ്രെയർ ലൈഫ് മടങ്ങി വരാൻ പോകുകയാ.
നമ്മുടെ വിശ്വാസ നിമിത്തം ഇന്നലകളിലെ വചനധ്യാനത്തിന്റെ അഭിഷേകം മടങ്ങി വരാൻ പോകുകയാ. വിശ്വാസത്താൽ ചിലതിനെ തിരിച്ചു പിടിക്കുന്ന ഒരു ആത്മതലത്തെ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. കടലിന്റെ നടുവിൽ സ്തോത്രം, ആ കടലിനും മിഗ്ദോലിനും മധ്യേ സ്തോത്രം പീഹഹീരോത്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇടത്തിലേക്ക് മോശ ഇറങ്ങി നിൽക്കുമ്പോൾ ആ ചെങ്കടലിന്റെ മധ്യത്തിലേക്ക് മോശ വടി നീട്ടിയാൽ മതി. മോശ വിശ്വാസത്തോടെ വടി നീട്ടിയാൽ മതി. കിഴക്കൻ കാറ്റടിപ്പിച്ചത് ദൈവമാ. സ്തോത്രം, ആഴിയുടെ നടുവിലൂടെ വഴി തുറന്നത് ദൈവമാ. മുൻപിൽ വിഴുങ്ങാൻ പാകത്തിൽ തിരമാലകൾ ചെങ്കടലിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ പിറകിൽ ഫറവോനും സൈന്യവും നിൽക്കുമ്പോൾ ഇനി എങ്ങനെ മുമ്പോട്ട് പോകും? 20 ലക്ഷത്തിലധികം ജനം കൂടുണ്ട്. ഈ ജനത്തെ എങ്ങനെ മുൻപോട്ട് നയിക്കും? പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്തിൽ, കനാൻ ദേശത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞ വിളിച്ചു പുറത്തു കൊണ്ടുവന്നത്. പക്ഷേ ഇതുവരെ കാണാത്തൊരു വമ്പൻ പ്രതിസന്ധിയുടെ മുമ്പിൽ മോശയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ജനം നിൽക്കുമ്പോൾ വാഗ്ദത്തവും നിയോഗവും ഉള്ളവനോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. 20 ലക്ഷത്തോളം വരുന്ന ജനം പിറുപിറുക്കുകയാ. പക്ഷെ പിറുപിറുക്കുന്ന ജനത്തോടല്ല ദൈവം സംസാരിക്കുന്നത്. ദൈവത്തിന് സംസാരിപ്പാനുള്ളത് ദൈവത്തിന്റെ നിയോഗം വീണ് കിടക്കുന്ന വിശ്വാസമുള്ള അഭിഷക്തനോടാ. മോശയോട് ദൈവത്തിന് മൗനമായി പറയാനൊരു ദൂതുണ്ട്. ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് ഒളിപ്പിച്ചത് ഞാനാ, ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് വളർത്തിയത് ഞാനാ, ഹോരേബിലെ മുൾപ്പടർപ്പിനകത്ത് തീക്കകത്ത് ഇറങ്ങി വന്ന് ലോകത്തൊരുത്തർക്കും കൈമാറാത്ത നിയോഗത്തെ പകർന്നത് ഞാനാ. ഈ ജനത്തെ 80-ാമത്തെ വയസ്സിൽ വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അത്ഭുതകരമാകുന്ന അഭിഷേകത്തെ പകർന്നത് ഞാനാ. മോശേ, ഈ ഒരു പോയിന്റ് വരെ നിന്നെ കൊണ്ട് നിർത്തിയത് ഈ വിഷയത്തിനകത്ത് തകർത്ത് കളയാനല്ല. നിന്റെ കയ്യിലുള്ള വിശ്വാസത്തിന്റെ വടി നീ നീട്ട്. കാറ്റടിപ്പിക്കുന്നത് ഞാനാ, വെള്ളത്തെ മാറ്റുന്നത് ഞാനാ, ആഴിയുടെ അടിത്തട്ടിലൂടെ വഴിയൊരുക്കുന്നത് ഞാനാ. ഏതൊക്കെയോ വീടുകളെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തെ ശക്തിയോടെ കൈമാറുകയാ. നിങ്ങൾക്ക് സാധ്യതയില്ലാത്ത വിഷയത്തിനകത്ത് ഇന്ന് ആത്മാവിൽ ഇതിനകത്തൊരു വാചകം കൈമാറുകയാ. വടി നീട്ടാൻ ഒരു മോശയുണ്ടെങ്കിൽ കിഴക്കൻ കാറ്റടിപ്പിക്കാൻ കഴിയുന്ന ദൈവം, വിശ്വാസത്തോടെ പുതപ്പൊന്ന് വീശിയടിക്കാൻ ഒരു ഏലിയാവുണ്ടെങ്കിൽ യോർദാനെ വകഞ്ഞു മാറ്റുന്ന ദൈവം, വിശ്വാസത്തോടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരെ മുൻനിരയിലേക്ക് നിർത്താൻ ഒരു യോശുവയുണ്ടെങ്കിൽ ശീത്തീമിൽ നിന്നും എരിഹോവിലേക്ക് ഒരു ഉണങ്ങിയ നിലത്തെ ഒരുക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽ ആരാധനാലയത്തിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്പൽ ചർച്ചിനകത്ത്, ഈ സഭയുടെ 4 ചുവരുകളുടെ അകത്ത് ഇന്ന് പകൽക്കാലം അങ്ങനത്തെ ഒരു വിശ്വാസത്തെ ചില ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് കൈമാറുകയാ. മുൻപിൽ നിൽക്കുന്ന വലിയ പ്രതിസന്ധികളെ Glory to God. വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്തേ. എന്തിനാ കർത്താവെ മോശ വടി നീട്ടുന്നത്? കാറ്റടിപ്പിക്കുന്നത് അങ്ങല്ലേ, വെള്ളത്തെ മാറ്റുന്നത് അങ്ങല്ലേ, ഈ ജനത്തിന് വേണ്ടി വഴിയൊരുക്കുന്നത് അങ്ങല്ലേ. അങ്ങേക്ക് ഒരു കാറ്റങ്ങടിപ്പിച്ചാൽ പോരെ. എന്തിനാ മോശയെ കൊണ്ട് വടി നീട്ടാൻ പറയുന്നേ? ദൈവത്തിന് ഈ പ്രതിസന്ധിക്കകത്തൊന്ന് തെളിയിച്ച് കാണിക്കണം പാർശ്വങ്ങളെ. സ്തോത്രം. ഈ മോശയെ കൂടാതെ ഈ ജനത്തിന് വഴി ഞാൻ തുറക്കത്തില്ലെന്ന്. എന്താ കാര്യം എന്നറിയാവോ? പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ ഈ മോശയെ ഇതേ ജനം തന്നെ വെല്ലുവിളിച്ചതാ. നൈൽ നദിയുടെ തീരത്ത് ഇതേ ജനം തന്നെ മോശയെ വെല്ലുവിളിച്ചു. നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കി വെച്ചത് ആർ? വെല്ലുവിളിക്കുന്നത് മോശയാണെങ്കിലും മോശയ്ക്ക് ദൈവം കൊടുത്ത ഒരു ഐഡന്റിറ്റിനെയല്ലേ ഇവർ വെല്ലുവിളിക്കുന്നത്. ദൈവം മോശനെ കണ്ടത് ഇവരുടെ പ്രഭുവായി തന്നെയാ. ദൈവം മോശയെ കണ്ടത് ഇവരുടെ ന്യായാധിപതിയായി തന്നെയാ. പുറപ്പാട് 2:13-14 വാക്യത്തിൽ ചിലര് മോശനെ നിന്ന് വെല്ലുവിളിക്കുകയാ. നീ ഞങ്ങളുടെ പ്രഭുവാണോ? നീ ഞങ്ങളുടെ ന്യായാധിപതിയാണോ? മോശ മറുപടി കൊടുത്തില്ല, മൗനം പാലിച്ചു. എന്നാൽ അടുത്ത 40 വർഷം കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് മറുപടി കൈമാറുക. ഗ്ലോറി ടു ജീസസ്. നൈൽ നദിയുടെ തീരത്ത് വെല്ലുവിളിച്ച സകല വ്യക്തികളും ചെങ്കടലിന്റെ തീരത്ത് നിലവിളിച്ചോണ്ട് വന്ന് നിന്നില്ലേ? ഇന്ന് ഞാൻ ചില കുടുംബങ്ങളെ, ചില ദൈവമക്കളെ നോക്കിക്കൊണ്ട് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദൂത് കൈമാറുകയാ. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകി തന്ന ഐഡന്റിറ്റിയെ വെല്ലുവിളിച്ചത്, നിങ്ങളുടെ അഭിഷേകത്തെ വെല്ലുവിളിച്ചത് ആരാണോ? വെല്ലുവിളിച്ചവർക്ക് പോലും വഴി തുറന്നു കൊടുക്കത്തക്ക നിലയിൽ അത്ഭുതകരമാകുന്ന ഒരു വിശ്വാസത്തിന്റെ അളവിനെ ഈ പകലിൽ ആത്മാവ് നിങ്ങളുടെ മീതെ കൈമാറുകയാ. എനിക്കുള്ള ദൂത ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നവർ വായി തുറന്ന് കർത്താവിന് മഹത്വം കൊടുത്തു. പരിശുദ്ധാത്മാവ് ശക്തിയോടെ കൈമാറുകയാ. നൈൽ നദിയുടെ തീരത്ത് വെല്ലുവിളിച്ചവർ ചെങ്കടലിന്റെ തീരത്ത് നിലവിളിച്ചോണ്ട് വന്നതുപോലെ
അഭിഷേകത്തെ, പ്രാർത്ഥനാ ജീവിതത്തെ, ശുശ്രൂഷയെ, ദൈവമേൽപ്പിച്ച നിയോഗത്തെയൊക്കെ വെല്ലുവിളിച്ച ആളുകളുടെ നടുവിൽ, അതേ പട്ടണത്തിൽ, അതേ ജനത്തിന്റെ നടുവിൽ, അതേ പുൽപ്പിറ്റിനകത്ത്, അതേ വീടുകളുടെ അകത്ത് തന്നെ നിലവിളിച്ചോണ്ട് ആളുകൾ കയറി വരുമെന്ന് ആത്മാവ് ദൂത് പറയുകയാ. മോശയെ കൂടാതെ ആ ജനത്തിന് വഴി തുറക്കത്തില്ലെന്ന് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ Lord, I release. ആത്മാവിൽ അതിനെ കൈമാറുന്നു. നിന്റെ ഐഡന്റിറ്റിയെ വെല്ലുവിളിച്ചോ. നീ പ്രാർത്ഥിക്കുന്നയാളല്ലേ, നീ ആരാധിക്കുന്നയാളല്ലേ, നീ സ്നാനപ്പെട്ടയാളല്ലേ, നീ പാട്ടുപാടുന്നയാളല്ലേ, നീ തുള്ളിച്ചാടുന്നയാളല്ലേ, നീ ഇത് ചെയ്തു കാണിക്കെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച അതേ കൂട്ടത്തിന്റെ നടുവിൽ തന്നെ നീ ആരാണെന്ന് തെളിയിക്കുന്ന വിശ്വാസത്തിന്റെ മഹത്വം. എബ്രായലേഖനത്തിൽ പറയാം, ഫിക്സ് യുവർ ഐസ് ഓൺ ക്രൈസ്റ്റ്, ദ ഓദർ ആൻഡ് യുവർ ഫിനിഷർ ഓഫ് യുവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിന്റെ ഓദറും നമ്മുടെ വിശ്വാസത്തിന് പൂർത്തി വരുത്തുന്നവനും. ഒരു സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കഴിവോ മിടുക്കോ പാരമ്പര്യമോ അല്ല, അതിന് പൂർത്തി വരുത്തുന്നൊരു ദൈവമുണ്ട്. പട്ടണത്തെ എനിക്ക് തരണം, ആത്മാക്കളെ എനിക്ക് തരണം, ഈ ദേശത്തിലെ ഉണർവ് എന്നിലൂടെ നടക്കണമെന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അതിനെ പൂർത്തി വരുത്തുന്നത് നമ്മുടെ കഴിവല്ല, മിടുക്കല്ല, അറിവല്ല. അത് പൂർത്തി വരുത്തുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ പൂർത്തി വരുത്തുന്നവൻ നസ്രയനാകുന്ന യേശു ക്രിസ്തുവാ. ഹല്ലേലൂയ. യേശു പറയുന്ന ഈ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. ബൈബിൾ പഠിക്കുമ്പോൾ പല നിലകളിൽ വിശ്വാസത്തിന്റെ ലെവൽ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി ഗദരദേശത്തിലേക്ക് പോകുന്നൊരു യാത്രയുണ്ട്. നമുക്ക് ആ ഭാഗം അറിയാം. ഗദരദേശത്തിലേക്ക് പോകുമ്പോൾ യേശു ഒരു പടകിൽ കയറി യാത്ര ചെയ്യുന്നു. അനേക ചെറു പടകുകളും ഇവരുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഈ യാത്രാമധ്യത്തിൽ ഇവർ യാത്ര ചെയ്യുന്ന പടകിന്റെ നേരെ ശക്തമായ ഓളങ്ങളും തിരമാലകളും ആഞ്ഞടിക്കുകയാണ്. യേശു ഇത്രയും റിസ്ക് എടുത്തു പോകുന്നത് ഒരാൾക്ക് വേണ്ടിയാണ്. അവിടെ കല്ലറയ്ക്കകത്ത് ഒരുവൻ പാർക്കുന്നു. അവൻ്റെ അകത്ത് 6000 ദുർഭൂതമുണ്ട്. അവന് പ്രാർത്ഥനയില്ല, വിശ്വാസമില്ല, ഉപവാസമില്ല, ദൈവമായിട്ട് ഒരു ബന്ധവും ഇല്ല. സ്തോത്രം. അവനെ ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ചങ്ങല കൊണ്ട് അവനെ പൂട്ടിയാൽ ഇത് കൂട്ടി ഉരമി ഇത് പൊട്ടിക്കും, കല്ലുകൊണ്ട് ഇടിച്ചിത് പൊട്ടിക്കും, ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിക്കുന്നു. ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്തൊരു ചെറുപ്പക്കാരൻ കല്ലറയ്ക്കകത്ത് കിടക്കുമ്പോൾ ഇവനെ സൗഖ്യമാക്കാൻ ഒരുത്തനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ദൈവപുത്രൻ പോകുകയാണ്. സത്യത്തിൽ ഈ പടകിലെ യാത്രാമധ്യത്തിൽ ശക്തമായ ഓളങ്ങളും തിരമാലകളും ആഞ്ഞടിക്കുമ്പോൾ, സ്തോത്രം, ശിഷ്യന്മാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞങ്ങൾ നശിച്ചു പോകുന്നു, നിനക്ക് വിചാരമില്ലയോ? യേശു കർത്താവ് എഴുന്നേറ്റ് ശിഷ്യന്മാരോടായിട്ട് പറയുന്നൊരു വാക്ക്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുന്നുവോ? ഈ ശിഷ്യന്മാർ, 12 ശിഷ്യന്മാർ ആ ബോട്ടിലില്ലേ? മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ആ ഭാഗം നമുക്ക് കാണാം. മർക്കോസിന്റെ സുവിശേഷം 4-5 അധ്യായങ്ങളിലും നമുക്ക് ആ ഭാഗം കാണാൻ കഴിയും. അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, യേശു പടകിന്റെ അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുമായിരുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? പടകിന്റെ അമരം ഉറങ്ങാനുള്ള സ്ഥലമാണോ? അത് ഉണർന്നിരിക്കാനുള്ള സ്ഥലമല്ലേ? യേശു കർത്താവ് വെറുതെ കിടന്നുറങ്ങുകയല്ല, തലയണ വെച്ച് കിടന്നുറങ്ങുക. അപ്പൊ യേശു ആ പടകിൽ കയറിയത് ഉറങ്ങാൻ വേണ്ടി തന്നെയാണ്. സ്തോത്രം. ശിഷ്യന്മാരുടെ ചോദ്യം എന്നാണെന്നറിയോ? കർത്താവേ, മറ്റെല്ലാ പടകിലും അങ്ങ് ഉണർന്നിരിക്കുന്നു, ഞങ്ങളുടെ പടകിൽ മാത്രം എന്താ ഉറങ്ങുന്നേ? സ്തോത്രം. എല്ലായിടത്തും അങ്ങ് പ്രവർത്തിക്കുന്നു, പക്ഷെ ഞങ്ങളുടെ മേൽ മാത്രം എന്താ ഒന്നും പ്രവർത്തിക്കാതെ അങ്ങ് സൈലന്റ് ആയിട്ടിരിക്കുന്നേ? ഹല്ലേലൂയ. പടകിന്റെ അമരം ഉറങ്ങാനുള്ള സ്ഥലമല്ല, ആ പടകിനെ നിയന്ത്രിക്കാനുള്ള സ്ഥലമാണ്. സ്തോത്രം. നിങ്ങളൊന്ന് ചിന്തിച്ചേ. നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങി മെട്രോയിലും ഊബറിലും നിങ്ങളുടെ വാഹനത്തിലും ഒക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ, എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ ആ ഡ്രൈവർ സീറ്റിലിരുന്ന് വണ്ടി ഓടിക്കുന്ന ആൾ ഇരുന്ന് ഉറങ്ങിയാൽ, വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിയാൽ നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? സ്തോത്രം. പടകിൻ്റെ ആ ഗലീല കടലിൻ്റെ ആ പടകിൻ്റെ ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്ന പത്രോസ് അതിനകത്തുണ്ട്, യോഹന്നാനുണ്ട്,
ഇവരിൽ ഭൂരിപക്ഷവും കടലും പടകുമായി ബന്ധപ്പെട്ടവരാ. ഇവർക്ക് നന്നായിട്ടറിയാം ആ ഒരു പ്ലേസ്, ആ ഒരു സീറ്റ് ഉറങ്ങാനുള്ള സ്ഥലമല്ല, ആ സീറ്റ് ഉണർന്നിരിക്കാനുള്ള സ്ഥലമാണ്. ബോട്ടിനെ നിയന്ത്രിക്കേണ്ട പൊസിഷനിൽ ഇരുന്നുകൊണ്ട് യേശു കർത്താവ് വെറുതെ ഉറങ്ങുകയല്ല, തലയണ വെച്ച് ഉറങ്ങുക. ശിഷ്യന്മാർ നോക്കുമ്പോൾ യേശു ഉറങ്ങുക. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. ഇന്ന് ഞാൻ ചില കുടുംബങ്ങളെ ഉറപ്പിക്കുകയാ. നാം നോക്കുമ്പോൾ സൈലന്റ് അവൻ, പക്ഷേ നമ്മൾ നോക്കുമ്പോൾ സൈലന്റ് ആണെങ്കിലും അവൻ അന്തരീക്ഷത്തെ വിവേചിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങളുടെ കണ്ണെത്താത്ത ഏറുകളുടെ അകത്ത്, പ്രതികൂലത്തിന്റെ നടുവിൽ നിങ്ങളുടെ കാതെത്താത്ത ഏറുകളുടെ അകത്ത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂർ അലേർട്ടായിട്ടിരിക്കുകയാ. ആ ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരുമെന്ന് ഈ തിരുവചനത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തന്നാൽ അത് എനിക്കുള്ള ആലോചനയാണെന്ന് ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ നന്നായിട്ട് കർത്താവിന് ആരാധന കൊടുത്തു. ഈ പകലിൽ കർത്താവ് തമ്പുരാൻ നിന്റെ വീടിനകത്ത് അവൻ എഴുന്നേക്കാൻ പോകയാ. പത്രോസിന്റെ വ്യൂവിൽ യേശു ഉറങ്ങുക, യോഹന്നാന്റെ വ്യൂവിൽ യേശു ഉറങ്ങുക. പക്ഷെ ദൈവവചനത്തിന്റെ വ്യൂവിൽ കണ്ടോ, ഏത് ആംഗിളിലാണ് നാം കർത്താവിനെ നോക്കണ്ടേ? നമ്മുടെ ആംഗിളിലാണോ? വചനത്തിന്റെ ആംഗിളിൽ കർത്താവിനെ നോക്കിയാൽ അവൻ ഇപ്പോഴും അലേർട്ടായിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് നിന്ന് കർത്താവ് ശക്തമായിട്ട് നമ്മോട് സംസാരിക്കുന്നല്ലോ. പത്രോസിന്റെ വ്യൂവിൽ, യോഹന്നാന്റെ വ്യൂവിൽ, സ്തോത്രം, അവരുടെ കാഴ്ചപ്പാടിനകത്ത് യേശു ഉറങ്ങുക. അവർ വചനത്തിന്റെ കാഴ്ചപ്പാടിലല്ല യേശുവിനെ നോക്കുന്നേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ പ്രശ്നത്തിനകത്ത് അവൻ ഇറങ്ങും, 100% ഉറപ്പാ. രോഗികൾക്ക് അവൻ വൈദ്യനാ, തകർന്നു നിൽക്കുന്ന ആളുകളെ പണിയുന്ന നല്ലൊരു കുശവനാണവൻ. സ്തോത്ര. പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്നവർക്ക് വേണ്ടി അത്ഭുതകരമായി വെളിപ്പെട്ടു വരുന്ന വിവിധ നിലകളിലെ മാനിഫെസ്റ്റേഷൻ കർത്താവിന്റെ അകത്ത് നമുക്ക് കാണാം. പക്ഷെ ഇതിനേക്കാളൊക്കെ അപ്പുറമായി അവൻ തന്റെ മക്കൾക്ക് വേണ്ടി രാജാതി രാജാവായി, അവൻ തന്റെ മക്കൾക്ക് വേണ്ടി കർത്താവായിട്ട് ഇറങ്ങി വരുന്ന ഒരാത്മതലത്തെ വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ നന്നായിട്ട് കർത്താവിന് ആരാധന കൊടുത്തു. കേവലം സൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല, കേവലം ഒരു അത്ഭുതത്തിന് വേണ്ടി മാത്രമല്ല, അവൻ കേവലം അത്ഭുത മന്ത്രി മാത്രമല്ല, അവൻ കേവലം ഹല്ലേലൂയ എന്തെങ്കിലും ഒരു വിടുതൽ നൽകുന്ന, ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ തരുന്ന വ്യക്തി മാത്രമല്ല, അവൻ നമുക്ക് വേണ്ടി നിത്യജീവനെ നൽകി തരാൻ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആരോടോ ഇത് കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നല്ലോ. നിന്റെ കാഴ്ചപ്പാടിൽ നിന്നു, വചനത്തിന്റെ കാഴ്ചപ്പാടിലൂടെ കർത്താവിനെ കാണ്. നിന്റെ വ്യൂവിൽ നിന്നു ദൈവവചനത്തിലൂടെ യേശുവിനെ നീ കാണ്. വചനത്തിനകത്തൂടെ അവനെ നീ കണ്ടാൽ അവൻ ഒരിക്കലും മയങ്ങത്തില്ല, അവൻ ഒരിക്കലും ഉറങ്ങത്തില്ല. അവൻ തന്നെ മക്കൾക്ക് വേണ്ടി 24 hours കർത്താവിനെ ഏത് വ്യൂവിലാണ് കാണണ്ടേ? വചനത്തിലൂടെയല്ല കാണണ്ടേ? രക്തത്താൽ ജയം. നിശ്ചയമായിട്ടും നിങ്ങളുടെ രോഗത്തിന് അവൻ സൗഖ്യമാ. റാഫയാണവൻ, അവൻ ഗിലയാദിലെ വൈദ്യനാ. നിശ്ചയമായിട്ടും നമ്മുടെ പ്രതികൂലത്തിനകത്ത് അവൻ ബ്രേക്ക് ത്രൂ ആണ്. അവൻ നമ്മുടെ വേ മേക്കറാ, അവൻ നമ്മുടെ ഡെസ്റ്റിനി ഹെൽപ്പറാ. അവൻ നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടതെല്ലാം വിശ്വസ്തയോടെ ചെയ്യുവാൻ നമുക്ക് വേണ്ടി കഴിവുള്ളൊരു കർത്താവാണ്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറമായി, ഈ ലോകത്തിനേക്കാൾ അപ്പുറമായി നമുക്ക് വേണ്ടി നിത്യജീവൻ നൽകി തരേണ്ടതിനായി കാൽവറിയുടെ കൊലക്കളത്തിൽ തകർക്കപ്പെട്ട ദൈവപുത്രനെ, ആ മഹത്വത്തിനകത്ത് കാണുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിത്യതയുടെ ഉറപ്പിനെ, നിത്യതയുടെ വെളിപ്പാടിനെ, പാപത്തിന് തൊടാനോ പാപത്തിന് കർത്തൃത്വം നടത്താനോ കഴിയാതെ, പൈശാചിക ശക്തികൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയാതെ അവിടുത്തെ മഹത്വത്തോട് അനുരൂപപ്പെടുത്തേണ്ടതിനായി ഒരാത്മതലത്തെ കർത്താവ് ഇന്ന് പകൽ ഇതിനകത്ത് തുറക്കാൻ പോകയാ. എനിക്കറിയില്ല ദൈവസഭയെ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് കർത്താവ് നയിക്കാൻ പോകയാ. ദൈവത്തെ ദൈവമായി കാണുന്ന ഒരു തലമുറ, ദൈവത്തെ കേവലം അത്ഭുതം ചെയ്യുന്നയാളായിട്ടല്ല, ദൈവത്തെ കേവലം എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയല്ല, ദൈവത്തെ ദൈവമായി കണ്ട് അവന്റെ ഡിവൈൻ നേച്ചറിനെ, ദൈവത്തിന്റെ മഹത്വത്തെ, ദൈവത്തിന്റെ ഗ്ലോറിയെ ആ അളവിൽ കാണുന്ന ചിലതിനെ ഇന്ന് പകലിൽ കർത്താവ് ഇതിനകത്ത് വേർതിരിക്കട്ടെ. വചനത്തിനകത്തോടെ നീ നിന്റെ ദൈവത്തെ കാണ്. വചനത്തിനകത്തോടെ നീ നിന്റെ ദൈവത്തെ കാണ്. പ്രശ്നം ചെറുതാവും, ദൈവം വലുതാവും.
ആ വിൻഡോ ഇന്നതിനകത്ത് തുറക്കട്ടെ. ദൈവവചനത്തിനകത്തൂടെ ദൈവത്തിന്റെ വലിപ്പത്തെ കാണാൻ, ദൈവവചനത്തിനകത്തൂടെ ദൈവം ആരാണെന്ന് കണ്ടെത്താൻ ചിലർക്ക് വേണ്ടി ആ മഹത്വത്തിന്റെ വിൻഡോ ആത്മതലത്തിൽ ഇതിനകത്ത് തുറന്നു വരട്ടെ. ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നത് എൻ്റെ കാര്യം നേടാനല്ല. ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നത് എന്തെങ്കിലും അത്ഭുതം കിട്ടാനല്ല. ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നത് എന്തെങ്കിലും വിടുതലിന് വേണ്ടി മാത്രമല്ല. ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നത് അവൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ടാ. ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നത് അവൻ സ്തുതികൾക്ക് യോഗ്യനായതുകൊണ്ടാ. ആരാധനയ്ക്ക് യോഗ്യനായി ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ അവനെ പോലെ മറ്റൊരുവനില്ല. അവൻ എൻ്റെ ആരാധ്യനായ കർത്താവാണെന്ന്. നിന്റെ പ്രശ്നത്തെക്കാൾ വലുതാ നിന്റെ ദൈവം. നിന്റെ പ്രോബ്ലത്തെക്കാൾ വലിപ്പമുള്ളവനാ നിന്റെ ദൈവം. നീ നേരിടുന്ന ക്രൈസിസിനേക്കാൾ വലിപ്പമുള്ളവനാ നിന്റെ ദൈവം. നീ നേരിടുന്ന വെല്ലുവിളിയേക്കാൾ വലിപ്പമുള്ളവനാ നിന്റെ ദൈവം. വിശ്വസിക്കുന്നവർ ആ കരവും ശബ്ദവും ഉയർത്തി കർത്താവിന്റെ മഹത്വം കൊടുത്തേ. എങ്ങനെയാ യേശുവിനെ കാണണ്ടേ? പ്രോബ്ലത്തിനകത്തൂടെയാണോ? എൻ്റെ 12 ശിഷ്യന്മാർ അവർ നേരിടുന്ന പ്രോബ്ലത്തിനകത്തൂടെ യേശുവിനെ നോക്കിയപ്പോൾ യേശു ഉറങ്ങുക. പക്ഷെ അവർ യേശുവിനെ കാണേണ്ടത് വചനത്തിലൂടെ ആയിരുന്നു. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. സ്തോത്രം. ട്രൂത്താ. പ്രോബ്ലത്തിനകത്തൂടെ യേശുവിനെ കണ്ടാൽ പ്രോബ്ലം വലുതായിരിക്കും. പക്ഷെ വചനത്തിനകത്തൂടെ യേശുവിനെ കണ്ടാൽ പ്രോബ്ലം ചെറുതാവും. സ്തോത്രം. ക്രൈസിസിനല്ല വലിപ്പം, നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധിക്കല്ല വലിപ്പം, നമ്മുടെ ദൈവത്തിനാ വലിപ്പം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ലിമിറ്റ് ഇടരുത്. സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പാടിയില്ല, അവർ ഇസ്രായേലിന്റെ ദൈവത്തെ പരീക്ഷിച്ചു അല്ലേ? സ്തോത്രം. ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡ് ദേ ലിമിറ്റഡ് ദ ഹോളി വൺ ഓഫ് ഇസ്രായേൽ. ലിമിറ്റ് ചെയ്തവര്. ഇവർക്ക് ചില ഘട്ടങ്ങളിൽ പ്രശ്നം വലിപ്പമുള്ളതായി തീർന്നു. സ്തോത്രം. ഇവർക്ക് മാറയിൽ വന്നപ്പോ മാറയിലെ വെള്ളത്തിന് കയ്പ, അവിടെ പിറുവിറുക്കാൻ തുടങ്ങി. കർത്താവ് ഏലീമിനെ തുറന്നില്ലേ? 12 ഉറവകളും 70 ഈന്തപ്പനകളും. ഇവർ പോകുന്ന വഴിയെല്ലാം സീൻ മരുഭൂമി വരുന്നു. അവിടെ വരുമ്പോൾ അവർക്ക് അവിടെ ആഹാരമാ വേണ്ടേ. അവർ മിസ്രൈമിലെ ഫറവോന്റെ അടിമക്കളത്തിലെ ഇറച്ചിക്കലങ്ങളുടെ കഥ പറയുക. ദൈവത്തിനെ ലിമിറ്റ് ചെയ്യുന്നു. അവിടെ മുതൽ മന്ന ഇട്ട് കൊടുത്തില്ല, മഞ്ഞിൽ പൊതിഞ്ഞ മന്ന. സീൻ മരുഭൂമി വിട്ട് രഫീദീമിലെത്തി. സ്തോത്രം. അവിടെ വരുമ്പോൾ വീണ്ടും അവർക്ക് ദാഹിക്കുക. അവർ ദൈവത്തെ ചെറുതാക്കി, പ്രശ്നത്തെ വലുതാക്കി. എന്താ ചെയ്ത? പാറ പിളർന്ന ദൈവം വെള്ളം കൊടുത്തില്ലേ? സ്തോത്രം. ഞാൻ ഇന്ന് ദൈവമക്കളെ പ്രബോധിപ്പിക്കുകയാ. പ്രശ്നത്തിനോ നമ്മൾ നേരിടുന്ന പ്രതിസന്ധിക്കോ അല്ല വലുപ്പം, നമ്മുടെ ദൈവത്തിനാ വലുപ്പം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. ഫിലിപ്പിയൻസ് 4:19 പറഞ്ഞു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. രക്തം ജയം. പാസ്റ്റർ മോബിയുടെ പ്രോബ്ലം ദൈവം തീർക്കുന്നത് അദ്ദേഹത്തിന്റെ ധനത്തിനൊത്തവണ്ണമല്ല, ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണമാ. അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്. ഞാൻ ഇന്ന് ആത്മാവിൽ ചിലരോട് ഈ വചനം കൊണ്ട് ഇടപെടുകയാ. നിങ്ങളുടെ നീഡ്, നിങ്ങളുടെ ആവശ്യത്തെ ദൈവം പരിഹരിക്കുന്നത് നിങ്ങളുടെ ധനത്തിൽ, നിങ്ങളുടെ സ്റ്റാൻഡേർഡിലല്ല. ദൈവത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇന്ന് കർത്താവ് ചിലർക്ക് വേണ്ടി അത് സപ്ലൈ ചെയ്യാൻ പോകുകയാ. ആരുടെ നിലവാരത്തിൽ, ആരുടെ ധനത്തിനൊത്തവണ്ണമാ? ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം. കർത്താവ് നമുക്കൊരു ചർച്ച് ബിൽഡിംഗ് തന്നാൽ അവന്റെ സ്റ്റാൻഡേർഡിലെ തരത്തുള്ളൂ. കർത്താവ് ചർച്ചിന് വേണ്ടി ഒരു വാഹനം തന്നാൽ അവന്റെ സ്റ്റാൻഡേർഡിലെ തരത്തുള്ളൂ. കർത്താവ് ചർച്ചിന് വേണ്ടി മീഡിയയുടെ സംവിധാനങ്ങളെ സെറ്റ് ചെയ്താൽ ദൈവത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. എന്തോ ഹെവന്റെ സ്റ്റാൻഡേർഡിലേക്ക്, ഹെവന്റെ തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ ഉറപ്പിക്കാൻ പോകുകയാ. ഒത്തിരി പ്രതികൂലത്തിനകത്ത് ഒരുപാട് സങ്കടപ്പെട്ട് ഇന്ന് കർത്താവിനെ ആരാധിക്കുന്ന ദൈവവേദലേ, ആത്മാവ് ഇടപെടുകയാണ്. ആകാശം ചായിച്ച് സ്വർഗം തുറന്ന് ലോകത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരുത്തർക്കും തുറന്നു കൊടുക്കാത്ത ദൈവരാജ്യത്തിന്റെ മഹത്വത്തെ ഈ പ്രാർത്ഥനയുടെ 6ാമത്തെ പകലിൽ നിന്റെ ജീവിതത്തിനകത്ത് നൽകി തരേണ്ടതിനായി ദൈവത്തിന്റെ ഗ്ലോറി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കൊടുത്തു. നമ്മുടെ നീഡ് എന്താണോ, നമ്മുടെ നീഡ് അവന്റെ സ്റ്റാൻഡേർഡിൽ. And my God shall supply all your needs according to his riches. According to his riches. അവനിൽ എന്തൊക്കെ ധനമുണ്ടോ, അവനിൽ എന്തൊക്കെ പ്രൊവിഷൻ ഉണ്ടോ. Glory to God. പ്രശ്നത്തിനകത്തൂടെ ദൈവത്തെ കാണാതെ, സ്തോത്രം, വചനത്തിനകത്തൂടെ ദൈവത്തെ കാണ്.
ഓഫ് കോഴ്സ് പല പ്രതിസന്ധികളുടെ നടുവിലാണ് നമ്മൾ കർത്താവിനെ കണ്ടെത്തിയേ, ദൈവത്തെങ്കിലേക്ക് വന്നത്. പക്ഷെ ദൈവസഭയുടെ കവറിങ്ങിൽ നിൽക്കുന്ന ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിച്ച് വേർപാടിലും വിശുദ്ധിയിലും ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, പ്രോബ്ലത്തിനകത്തൂടെ ഇനി കർത്താവിനെ കാണരുത്, വചനത്തിലൂടെ കർത്താവിനെ കാണണം. വചനത്തിലൂടെ കർത്താവിനെ കണ്ടാൽ കർത്താവിൻ്റെ വലുപ്പം വർദ്ധിക്കും, പ്രശ്നത്തിൻ്റെ വലുപ്പം കുറയും. യേശു ശിഷ്യന്മാരെ വിളിക്കുന്നൊരു വിളിയുണ്ട്, അല്പവിശ്വാസികളെ. 12 ശിഷ്യന്മാരുടെ അകത്ത് യേശു കണ്ടത് ലിറ്റിൽ ഫെയ്ത്ത്, അല്പം വിശ്വാസം. ഇവർ അത്ഭുതങ്ങൾ കണ്ടവരാ. അടയാളങ്ങളുടെ ആരംഭമായി പച്ചവെള്ളത്തെ വീഞ്ഞാക്കുമ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ വെള്ളത്തിൻ്റെ രൂപവും ഇതിൻ്റെ ഗുണവും കളറും ഇതൊക്കെ മാറിയത് ഈ ശിഷ്യന്മാർ കണ്ടതാ. കുരുട്ട് കണ്ണ് തുറക്കുന്നത് കണ്ടതാ, മുടന്തര് തുള്ളുന്നത് കണ്ടതാ, മരിച്ചവർ ഉയർക്കുന്നത് കണ്ടതാ. സ്തോത്രം. ആരും കാണാത്ത ദൈവമഹത്വം ഈ ശിഷ്യന്മാർ കണ്ടതാ. പക്ഷെ അത്ഭുതങ്ങൾ കണ്ടവർ ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം നേരിട്ടപ്പോൾ, സ്തോത്രം, അവരുടെ ജീവിതത്തിനകത്ത് അവരൊരു പോരാട്ടം നേരിട്ടപ്പോൾ അവരുടെ ഫെയ്ത്ത് ലെവൽ താന്നു. ലിറ്റിൽ ഫെയ്ത്ത്. ഞാനിങ്ങനെ പറയുന്നു, അല്പം വിശ്വാസം എങ്കിലും നമ്മുടെ അകത്തുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേക്കും. യേശു അതുവരെ സൈലന്റ് ആയിരുന്നു. പക്ഷെ ഇവർ ഒന്ന് നിലവിളിച്ചപ്പോൾ യേശു വയലൻ്റായി. യേശു സംസാരിക്കാൻ തുടങ്ങി. യേശു സംസാരിക്കുന്നത് കാറ്റിനോടും കടലിനോടുമാ. നേരിടുന്നത് ഓളങ്ങളും തിരമാലകളും. വിസിബിളായി ദൃശ്യമേഖലയിൽ ഓളവും തിരമാലയും വെളിപ്പെട്ട് നിൽക്കുമ്പോൾ യേശുവിൻ്റെ വാക്ക് അദൃശ്യമേഖലയിൽ വെളിപ്പെടുക. സ്തോത്രം. കർത്താവ് പ്രോബ്ലത്തെ അല്ല ശാസിക്കുന്നത്, ഈ പ്രോബ്ലത്തെ ഡീൽ ചെയ്യുന്നൊരു സ്പിരിറ്റ് ഉണ്ട്, ഇതിനെ അഴിച്ചുവിടുന്നൊരു ഏറിയുണ്ട്. കർത്താവ് അതിനെയാണ് ശാസിക്കുന്നത്. അഭിഷേകനെ ദൈവാത്മാവ് അങ്ങയോട് പറയുന്നു, നിന്റെ കുടുംബത്തിനകത്ത് അങ്ങനെ ഒന്നിനു പുറകെ ഓരോന്നായി തിരമാലകൾ, ഓളങ്ങൾ ഇടിച്ചു കയറുമ്പോൾ വാഗ്ദത്തത്തിന്റെ ഡെസ്റ്റിനിയിൽ എത്താൻ കഴിയാതെ, ഈ പടക് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയാതെ ഓരോന്നോരോന്നായി ശത്രു അഴിച്ചു വിടുമ്പോൾ, ഇന്ന് ഈ മിനിറ്റിൽ പ്രോബ്ലത്തെ അല്ല ഇതിനെ ഡീൽ ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റിന്റെ നേരെ ഇന്നൊരു വാക്ക് വെളിപ്പെട്ട് വന്നാൽ ആത്മാവ് ഇടപെടുകയോ അങ്ങയുടെ കുടുംബത്തിനകത്ത് ഒരു വലിയ സൗഖ്യത്തെ, ഒരു ഹീലിംഗ് അനോയിന്റിങ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. അങ്ങയുടെ ഡെസ്റ്റിനിയിൽ എത്തണമെന്ന് ദൈവത്തിന്റെ തിരുഹിതമായതുകൊണ്ട് ആ യാത്രയെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ 1-2 മിനിറ്റുകൾ മാത്രം ശക്തിയോടെ പ്രാർത്ഥിച്ചു. എന്തോ കർത്താവ് ഇങ്ങനെ ഒരു നിയോഗം ഇതിനകത്ത് കൈമാറുകയാ. കാണുന്ന മണ്ഡലത്തിൽ ഉയർന്നു വരുന്ന പ്രതിസന്ധിയെ തകർത്ത് മാറ്റേണ്ടതിനായി കാണാത്ത മണ്ഡലത്തിനകത്ത് അഭിഷേകത്തിനെ അങ്ങയുടെ വീടിനകത്ത് ഒരു ഹീലിംഗ് ഏഞ്ചൽ നിങ്ങൾക്ക് വേണ്ടി ഇന്നു മുതൽ സദാകാലത്തേക്കും വെളിപ്പെട്ട് വരുന്നു. എൻ്റെ നാവിലൂടെ ദൈവം ഇന്നലെ രാത്രി പറയപ്പെട്ട ആ വചനം അങ്ങേക്ക് വേണ്ടി നീതിയായി വെളിപ്പെട്ട് വരാൻ പോകുന്നു. അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. ഒരു തേളിൻ്റെ ശക്തി തകരുന്നത് ഞാൻ കാണുന്നു. ബ്ലഡിനെ ഊറ്റി കുടിക്കുന്ന, രക്തത്തെ ഊറ്റി കുടിക്കുന്ന ഒരു തേളിന്റെ ശക്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തകർക്കുക. അതിനെ ചവിട്ടാൻ ഒരു അഭിഷേകം, അതിനെ കാൽച്ചവിട്ടിലാക്കാൻ ഒരു അഭിഷേകത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങയുടെ പാദത്തിന്റെ മീതെ കൈമാറുകയാ. ആ തേളിനെ, രക്തത്തെ ഊറ്റി കുടിക്കുന്ന ഒരു തേളിനെ, ശിഷ്യന്മാരുടെ അകത്ത് വ്യാപരിച്ച അല്പവിശ്വാസം. കാറ്റും കടലും ശാന്തമായി ഗദരദേശത്തെത്തി. അവിടെ കിടന്ന ചെറുപ്പക്കാരനെ വിടുവിച്ചു. അവൻ ദക്കപ്പോലി ദേശം മുഴുവൻ യേശുവിൻ്റെ നാമത്തെ ഘോഷിച്ചു. കല്ലറയ്ക്കകത്ത് ബൗണ്ടറി ഇട്ട ഒരുവന്റെ ഭാവിയെ ദക്കപ്പോലി മുഴുവൻ. ദക്കപ്പോലി എന്ന വാക്കിൻ്റെ അർത്ഥം 10 പട്ടണങ്ങളെന്ന. ഒരു സെമിട്രിക്കകത്ത് ഒരുവന്റെ ഭാവി ഒതുക്കാൻ പിശാച് പദ്ധതി ഇട്ടപ്പോൾ 10 പട്ടണങ്ങളുടെ സുവിശേഷകനായി ആ വ്യക്തിയെ കർത്താവ് അഭിഷേകം ചെയ്തില്ലേ? അവൻ യേശുവിൻ്റെ നാമത്തെ ഘോഷിച്ചു. യേശു മടങ്ങി വന്നു. യേശു തിരിച്ചു വരുമ്പോൾ ഇനി ശ്രദ്ധിക്കണേ, പള്ളിപ്രമാണിയായ യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് നിൽക്കുക. തൻ്റെ കുഞ്ഞുമോൾക്ക് ദീനമായി കിടക്കുക. യേശു ചെന്ന് പ്രാർത്ഥിച്ചാൽ സൗഖ്യം വരും, അവരുടെ വിശ്വാസമാണ്. അപ്പം യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആളുകൾ യേശുവിനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചു. യേശുവിനെ കൊണ്ടുപോവാ. തിരക്കിട്ട് പോകുന്ന വഴി ഇന്നലെ നമ്മൾ തൊട്ട ഒരു ഭാഗമാണ്. ഇതിനിടയിലേക്കൊരു രക്തസ്രാവക്കാരി സ്ത്രീ, 12 കൊല്ലത്തെ രോഗം ചുമന്നുകൊണ്ട് ഒരു സ്ത്രീ എഴുന്നേറ്റ് വരിക. മീറ്റിങ്ങിന് വിളിച്ചത് യായിറോസിന്റെ വീട്ടുകാരാ. പക്ഷെ ആ മീറ്റിംഗ് പ്ലേസിൽ എത്തുന്നതിന് മുമ്പ് ഒരാൾ സൗഖ്യം പ്രാപിച്ചില്ലേ? ക്ഷണിച്ചയാൾക്ക് മാത്രമാണോ ബെനിഫിറ്റ് കിട്ടിയേ? എന്തോ PMG ചർച്ചിന് വേണ്ടിയാ ഈ ശുശ്രൂഷകൾ
ഇവിടെ ഇങ്ങനെ നടത്തപ്പെടുന്നത്. പക്ഷെ കർത്താവ് എനിക്ക് ഈ വചനത്തിലൂടെ ബോധ്യം തരുന്നു, ഈ ഡൽഹിയുടെ ആത്മതലത്തിനകത്ത് ഭയങ്കര ചലനം. എല്ലാ സഭകളും ഒരുപോലെ നിറയത്തക്ക നിലയിൽ, എല്ലാ സഭകളും ഒരുപോലെ ദൈവമഹത്വം അറിയത്തക്ക നിലയിൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ട് വരാൻ പോകയാ. ശ്രദ്ധിച്ചേ, തിരക്കിട്ടേശു പോകുന്നൊരു യാത്ര. സത്യത്തിൽ കർത്താവിന്റെ മിനിസ്ട്രി എന്നെ ബിസി ഷെഡ്യൂളാ. ഒരു രാത്രി അങ്ങോട്ട് യാത്ര ചെയ്യുന്നു, ഗദരദേശത്തെത്തി മിനിസ്ട്രി ചെയ്യുന്നു. ഒരു വിശ്വാസവും പ്രാർത്ഥനയും ഒന്നുമില്ലാത്ത ഒരുത്തനെ സൗഖ്യമാക്കി, അവനെ ഇവാഞ്ചലിസ്റ്റ് ആക്കി, ദെക്കപ്പോലി മുഴുവൻ യേശുവിൻ്റെ നാമത്തെ ഘോഷിപ്പാൻ കൃപ കൊടുത്ത് വീണ്ടും തിരിച്ചു വന്നു. തിരിച്ച് സിറ്റി വന്നിറങ്ങുമ്പോഴേ അടുത്ത മിനിസ്ട്രിക്ക് വേണ്ടി പോകയാ. ഞാനൊരു വാക്ക് പറയുക, ഇങ്ങനെ ആത്മലോകത്ത് വലിയൊരു ബിസി ഷെഡ്യൂൾ ഓപ്പൺ ആകട്ടെ. വിശ്രമരഹിതമായ മിനിസ്ട്രി, വിശ്രമരഹിതമായ ശുശ്രൂഷയുടെ തലം, തെരുവുകളിൽ ദൈവരാജ്യം വെളിപ്പെടുത്താൻ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ദൈവരാജ്യം വെളിപ്പെടുത്തുവാൻ ശക്തമായ ദൈവമഹത്വത്തെ കർത്താവ് കൈമാറട്ടെ. ഈ തിരക്കുള്ള ശുശ്രൂഷയിലേക്ക് കർത്താവ് പോകുന്ന വഴി ഇതിനിടയിലേക്ക് കയറി വരുന്ന ഒരു സഹോദരി, സത്യത്തിൽ ബൈബിളിൽ അവരുടെ പേരെഴുതിയിട്ടില്ല. 2025 വർഷമായിട്ടും അവളുടെ രോഗത്തിൻ്റെ പേരിൽ അവൾ അറിയപ്പെടുന്നത് ഉണ്ടോ? ഒരു ദുരന്തത്തിൻ്റെ പേരിൽ ഒരു സഹോദരി അറിയപ്പെടുക. ഞാൻ പറഞ്ഞു, ന്യായപ്രമാണത്തിൻ്റെ കൽപ്പന പ്രകാരം ഇവക്ക് പുരുഷാരത്തിൻ്റെ നടുവിൽ വരാൻ റൈറ്റ് ഇല്ല. ഇവളാരെയെങ്കിലും തൊട്ടാൽ, അല്ലെങ്കിൽ ഇവളെ ആരെങ്കിലും തൊട്ടാൽ അവർ അശുദ്ധരാ. ഇവിടെ അകത്ത് അശുദ്ധിയാ. 10 കൽപ്പനകളും 600-ലധികം ഉപകൽപ്പനകളും അത് അക്കമിട്ട് നോക്കിയാൽ ഇവളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം. 12 കൊല്ലമായിട്ട് ഇവൾ മരിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. റഹസ്യ. ഇവിടെ ശരീരത്തിനകത്ത് സ്തോത്രം ജീവന്റെ തുടിപ്പ് കുറവാ. കയ്യിലുള്ളതെല്ലാം വിറ്റ് ചികിത്സിച്ചു. വിവിധ വൈദ്യന്മാരുടെ അരികെ പോയി ഏറിയൊന്ന് സഹിച്ച് ഇനി ജീവിതത്തിൽ ഒരു സാധ്യതയില്ലാതെ ആ തെരുവിൽ എവിടെയോ ഇരുന്നൊരു സ്ത്രീ, അവൾ കേട്ടു നസ്രായൻ ഇതുവഴി പോകുന്നുണ്ട്. ഹൃദയത്തിൽ അവൾ വിശ്വസിച്ചു, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം ഉണ്ടാവും. അവൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു. ചുവട് വെക്കാനുള്ള ആരോഗ്യം ആ സ്ത്രീക്കുണ്ടോ എനിക്കറിയില്ല, പക്ഷെ അവൾ വിശ്വാസത്തോടെ ചുവട് വെച്ചു. അത്രയും പുരുഷാരത്തിൻ്റെ നടുവിൽ കൂടെ അവൾ നടഞ്ഞു നിന്ന് കൈ നീട്ടി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊന്ന് തൊട്ടപ്പോൾ ദൈവപുത്രൻ അവിടെ നിൽക്കുക. കണ്ടോ? ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവപുത്രനെ പരസ്യമായ ഒരു തെരുവിൽ പിടിച്ചു നിർത്തുന്ന വിശ്വാസം ഒരു സ്ത്രീയുടെ അകത്ത് വ്യാപരിക്കുകയാ. ഇടവും വലവും ശിഷ്യന്മാരുണ്ട്, യായിറോസിന്റെ വീട്ടിൽ നിന്ന് വന്ന ആളുകളുണ്ട്, ഒരുപക്ഷെ ആ പട്ടണത്തിലെ പുരുഷാര ഒത്തിരി പേരുണ്ട്. ഇവരെല്ലാവരുമായി തിക്കി യേശു കർത്താവ് നടന്നു പോകുമ്പോഴോ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ട ഒരാൾക്ക് വേണ്ടി യേശു അവിടെ നിൽക്കുക. ശരീരത്ത് മുട്ടിയ പലരും ഉണ്ട്, അവർക്ക് വേണ്ടി യേശു നിന്നില്ല. വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട സ്ത്രീക്ക് വേണ്ടി യേശു നിന്നു. ഹല്ലേലൂയ. യേശുവിനൊരു ചോദ്യം ചോദിക്കാണ്ട്, എന്നെ തൊട്ടത് ആർ? എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. പത്രോസിന് പറയാൻ വാക്കുണ്ട്, കർത്താവേ ഞാൻ അങ്ങയുടെ തോളിൽ തട്ടിയല്ലോ. ഇപ്പുറത്ത് യോഹന്നാന് പറയാൻ വാക്കുണ്ട്, ഞാൻ അങ്ങയെ തട്ടിയല്ലോ. പത്രോസേ, യോഹന്നാനെ നിങ്ങൾ തൊട്ടതുപോലെയല്ല, എന്തോ പ്രതീക്ഷിച്ച് എന്നെ തൊട്ടൊരാളുണ്ട്. നിങ്ങൾ കയറി പിടിച്ചതുപോലെയല്ല. ജീവിതം മാറേണ്ടതിനായി, ജീവിതത്തിനകത്ത് പ്രതീക്ഷയറ്റ വിഷയത്തിനകത്ത് ഒരു വലിയ പ്രതീക്ഷയോടെ എന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട ഒരാളുണ്ട്. ആ വ്യക്തിയുടെ മേൽ എന്റെ ശക്തി വ്യാപരിച്ചിരിക്കുകയാണ്. ഈ അറ്റ്മോസ്ഫിയറിനകത്ത് വെളിപ്പെട്ട് വരുന്ന ദൈവവചനത്തെ കേറി ഒന്ന് തൊടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ബന്ധനത്തെ ദൈവത്തിന്റെ ആത്മാവ് അഴിച്ചു മാറ്റുക. ഗ്ലോറി 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 ഗ്ലോറി. തുറക്കട്ടെ. പുത്രനെ പിടിച്ചു നിർത്തുന്ന ഫെയ്ത്ത്. മെഡിസിനും മെഡിക്കൽ സയൻസിനും ചെയ്യാൻ കഴിയാത്ത വിടുതലിന് ശക്തി വ്യാപരിച്ചെന്ന്. ശക്തി റിലീസായി. വസ്ത്രത്തിൽ തൊട്ട ശക്തി റിലീസാവുമോ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് വെളിപ്പെട്ടു വരും. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് വെളിപ്പാടിൽ അത് ഇങ്ങനെ എഴുതി, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിലും ദൈവസഭയോട് ആത്മാവ് ഇടപെടുകയാ. വിശ്വസിക്കാൻ ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ദൈവശക്തി വ്യാപരിക്കാൻ പോകുകയാ. വിശ്വസിക്കാൻ ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർഡർ തെറ്റിയതിനെ ക്രമപ്പെടുത്താൻ,
പണിമുടക്കിയതിനെ വീണ്ടും ജീവിപ്പിക്കാൻ, നിർജീവത്വമുള്ളതിനെ ജീവിപ്പിക്കേണ്ടതിനായി. പുറത്തു വ്യാപരിച്ച ദൈവശക്തി അവിടെ ആന്തരിക അവയവത്തെ തൊട്ടില്ലേ? സൗഖ്യം നടക്കേണ്ടത് അവിടെ യൂട്രസിനകത്താ, സൗഖ്യം നടക്കേണ്ടത് അവിടെ ഓവറിക്കകത്താ, സൗഖ്യം നടക്കേണ്ടത് അവിടെ ആന്തരിക അവയവത്തിനകത്താ. പുറത്തു വ്യാപരിച്ച കൈ നീട്ടി തൊട്ടപ്പോൾ അവിടെ ശരീരത്തിന്റെ പുറത്തു വ്യാപരിച്ച ദൈവശക്തി അകത്തൊരു വിടുതലായി വെളിപ്പെട്ട് വന്നെങ്കിൽ ഇന്ന് പകലിൽ കൈതട്ടി ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഇറങ്ങുന്ന ദൈവശക്തി നിന്റെ അകത്തൊരു ഭയങ്കര സൗഖ്യമായി. അവൻ തൊട്ടവരും അവനെ തൊട്ടവരും സൗഖ്യമായിട്ടുണ്ടെങ്കിൽ, യേശു തൊട്ടവരും യേശുവിനെ തൊട്ടവരും സൗഖ്യമായിട്ടുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി യേശുവിന്റെ വചനം ഇതിനകത്ത് ഇറങ്ങുന്നു. കൈനീട്ടി തൊട്ടു, ശക്തി റിലീസായി. അവിടെ അകത്തത് പ്രവർത്തിക്കാൻ തുടങ്ങി. 12 കൊല്ലമായി മരിച്ചുകൊണ്ടിരുന്ന സ്ത്രീ അന്ന് അവിടെ ജീവിക്കാൻ തുടങ്ങി. അവിടെ അകത്ത് ജീവന്റെ ശക്തി വ്യാപരിക്കുകയാ. നിയമം അവർക്കെതിര്, ശാരീരിക അവസ്ഥ അവർക്കെതിര്, പുരുഷാരം അവർക്കെതിര്, ചുറ്റും നിൽക്കുന്ന സകല സംവിധാനങ്ങളും ആ സ്ത്രീക്കെതിരാ. പക്ഷെ അവളോട് കർത്താവിന് മൗനമായി പറയാനൊരു ദൂതുണ്ട്. ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ, ഞാൻ ആരോടോ ഇന്ന് പകൽ ഈ വചനം കൊണ്ട് ഇടപെടുകയാ. ചുറ്റും പ്രതികൂലമാണെങ്കിലും ചുറ്റും വെല്ലുവിളിയാണെങ്കിലും ദൈവം നിങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ആരൊക്കെ പ്രതികൂലം നിന്നാലും അതിന്റെ നടുവിൽ ദൈവത്തിന്റെ അനുകൂലതയെ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തി തരേണ്ടതിനായി ദൈവവചനത്തിന്റെ മഹത്വം ഇതിനകത്ത് ശക്തിയോടെ വെളിപ്പെട്ട് വരട്ടെ. വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കട്ടെ. ആ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ. അവിടെ വിശ്വാസം കണ്ടോ? ഒരു ക്രിയേറ്റീവ് ഫെയ്ത്താ. അവയവം സൃഷ്ടിക്കപ്പെടാൻ മരണം മാറുന്ന ഒരു ഫെയ്ത്ത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. യേശു തിരിഞ്ഞവളെ കണ്ടപ്പോൾ, മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് എന്തോ ഈ അളവിൽ ചില സൗഖ്യങ്ങൾ, ഇതിനകത്ത് മാത്രമല്ല ഇതിന് പുറത്തും കിലോമീറ്ററുകൾക്കപ്പുറവും ഈ അളവിൽ ചില സൗഖ്യങ്ങളെ കർത്താവ് ചെയ്യാൻ പോകയാ. കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. 12 കൊല്ലം രക്തസ്രാവം ബാധിച്ച സ്ത്രീയുടെ അകത്ത് കർത്താവ് ഇതാ അത്ഭുതകരമാകുന്നൊരു വിശ്വാസത്തെ കണ്ടില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചേ. ശിഷ്യന്മാരുടെ അകത്ത് അല്പം വിശ്വാസമായിരുന്നു, ലിറ്റിൽ ഫെയ്ത്ത്. പക്ഷെ രക്തസ്രാവമുള്ള സ്ത്രീയുടെ അകത്ത് വിശ്വാസം വന്നു. വിശ്വാസത്തിന്റെ ലെവൽ മാറുന്ന കണ്ടോ? അല്പവിശ്വാസം, വിശ്വാസം. അല്പവിശ്വാസം ഉണ്ടായിരുന്നപ്പോൾ യേശു പ്രവർത്തിച്ചു, കാറ്റും കടലും ശാന്തമായി. എന്നാൽ വിശ്വാസം വ്യാപരിച്ചപ്പോൾ താൻ തന്നെ തൻ്റെ സൗഖ്യത്തെ സ്വീകരിച്ചു, താൻ തൻ്റെ അത്ഭുതത്തെ സ്വീകരിച്ചു. കുറെ കൂടെ കഴിഞ്ഞങ്ങ് മുമ്പോട്ട് പോകുമ്പോൾ മത്തായിയുടെ സുവിശേഷം തന്നെ 15-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ഒന്ന് വായിക്കണമേ. മത്തായി 15:28. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. അവിടെ എഴുതി വെച്ചിരിക്കുന്ന വിശ്വാസം കണ്ടോ? വലിയ വിശ്വാസം. ഇനി ശ്രദ്ധിക്കണേ, ദൂതിന്റെ ഗൗരവമായ ഭാഗങ്ങളിലേക്ക് നാം കയറാൻ പോകയാ. വെരി ഇമ്പോർട്ടൻ്റാ. നമ്മുടെ ഫെയ്ത്ത് ലെവൽ വർദ്ധിക്കണം. എൻ്റെ വിഷയം അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒന്നുമല്ല. ഈ ചാനലിലൂടെ കയറി നമ്മുടെ ഫെയ്ത്ത് ലെവൽ, ആ ഗ്രാഫ് ഒന്ന് വർദ്ധിക്കണം, അപ്ഡേറ്റ് ചെയ്യണം. വിശ്വാസം അടുത്തൊരു തലത്തിലേക്ക് എന്താ പറയുക, അപ്ഡേറ്റ് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യപ്പെടണം. താങ്ക് യു ജീസസ്. ശിഷ്യന്മാരുടെ അകത്ത് അല്പവിശ്വാസം, രക്തസ്രാവക്കാരി സ്ത്രീയുടെ അകത്ത് വിശ്വാസം, ഇതാ കനാന്യ സ്ത്രീയുടെ അകത്ത് വലിയ വിശ്വാസം. ഈ അമ്മയോട് സത്യത്തിൽ യേശു പറയുന്ന വാക്ക് അതിന് ഭയങ്കര ഡെപ്താ. യേശുവിൻ്റെ കാലഘട്ടത്തിൽ നടക്കുന്ന ഈ വിടുതൽ നൂറ്റാണ്ടുകളായ ആത്മലോകത്ത് കിടക്കുന്ന ഒരു ശാപത്തെ കർത്താവ് ബ്രേക്ക് ചെയ്യുക. ഞാനത് വിശദീകരിക്കാം. സത്യത്തിൽ ഇത് പിടികിട്ടണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനിച്ചാൽ മതി. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ ആ പാസേജ് ഫുള്ള് വായിക്കണം. 21 മുതൽ 28 വരെയാ അതിൻ്റെ പ്രമേയം. യേശു അവിടം വിട്ട് സോർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. അപ്പം ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു നിലവിളിച്ചു പറഞ്ഞു.
ഒരു സ്ത്രീ യേശുവിൻ്റെ മുമ്പിൽ നിലവിളിച്ചുകൊണ്ട് വരിക. സാധാരണ പ്രാർത്ഥനയല്ല, പിടിവിട്ടുള്ള പ്രാർത്ഥനയാണ്. തെരുവിലൂടെ ഒരു അമ്മ നിലവിളിച്ച് യേശുവിൻ്റെ പിന്നാലെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരിക. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശു അവക്ക് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ മൗനം പാലിച്ചിരിക്കുന്നയാളാണോ കർത്താവ്? പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ മുഖം മറയ്ക്കുന്നയാളാണോ കർത്താവ്? കർത്താവ് അവളെ മൈൻഡ് ചെയ്യാതെ പോയി. ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ മൈൻഡ് ചെയ്തില്ല. സ്തോത്രം. കർത്താവ് ഇത്ര ക്രൂരനാണോ? സ്തോത്രം. സത്യത്തിൽ ഈ സ്ത്രീയുടെ സാഹചര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ബൈബിൾ അഡ്രസ്സ് ചെയ്യുന്നത് കനാന്യ സ്ത്രീ എന്ന, ഇത് ശപിക്കപ്പെട്ട വംശമാണ്. ഒരു തലമുറയുടെ മുഴുവൻ ശാപവും ചുമന്നുകൊണ്ടാണ് ഈ അമ്മ കയറി വരുന്നത്. ഞാനത് പറയാം. അപ്പൊ യേശുവിൻ്റെ ശിഷ്യന്മാർ, അടുത്ത വാക്യങ്ങളിൽ താഴ്ത്തു പറയുന്നു, അവൻ്റെ ശിഷ്യന്മാർ അടുക്കെ വന്ന് നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. ശിഷ്യന്മാർ റെക്കമെൻഡ് ചെയ്യുക, ശിഷ്യന്മാർ മധ്യസ്ഥത വഹിക്കുക. സ്തോത്രം. പുതുനിയമത്തിനകത്ത് മറ്റൊരു മധ്യസ്ഥനില്ല. എബ്രായ ലേഖനം 12:24 പറയുന്നു, പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്ന യേശുവിൻ്റെ അരികിലാണ് നമ്മൾ നിൽക്കുന്നത്. ശിഷ്യന്മാർ മീഡിയേഷൻ നിന്നാൽ അതിനകത്ത് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. ഇവളും കർത്താവും നേരിട്ട ബന്ധം ഉണ്ടോ? ആദ്യം നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ഒരു വാക്ക് ഉത്തരം പറയാതെ ദൈവപുത്രൻ മുഖം തിരിച്ചു പോകുമ്പോൾ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർ മീഡിയേഷനുമായിട്ട് വരിക, മധ്യസ്ഥത വഹിക്കുക, അവളെ പറഞ്ഞയക്കണം. യേശു കർത്താവ് അവരോട് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. അർത്ഥം, ഞാൻ വന്നത് ഇസ്രായേൽ ഗൃഹത്തിന് വേണ്ടിയാ, യഹൂദന്മാർക്ക് വേണ്ടിയാ, എൻ്റെ ജനത്തിന് വേണ്ടിയാ വന്നത്. അവൾ കനാന്യ സ്ത്രീയല്ലേ? അവൾ ജാതീയ സ്ത്രീയല്ലേ? ദൈവം എന്നെ അയച്ചത് ഇസ്രായേലിന് വേണ്ടിയാ. എൻ്റെ അഭിഷേകം, എൻ്റെ കൃപ, എന്നിലൂടെയുള്ള സൗഖ്യം ഞാൻ ജാതീയ സ്ത്രീക്ക് കൊടുക്കത്തില്ലെന്ന് യേശു കർത്താവ് തീർത്തു പറഞ്ഞില്ലേ? അടുത്ത വാക്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൾ യേശുവിൻ്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് വന്നു. ശ്രദ്ധിക്കണം, നമസ്കരിച്ചു എന്നുള്ള വാക്കിന് ആരാധിച്ചു എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. ആദ്യം ചോദിച്ചപ്പോൾ യേശു ഒരു വാക്ക് ഉത്തരം കൊടുത്തില്ല. പക്ഷെ അടുത്ത ഘട്ടത്തിൽ സ്ത്രീ കയറി വരുന്നത് നമസ്കരിച്ചോണ്ടാ. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ഉപദേശം കൈമാറാം, ചോദിച്ചാൽ കിട്ടാത്തത് ആരാധിച്ചാൽ കിട്ടും. നമുക്കിവിടെ നല്ലൊരു വർഷിപ്പ് ടീമുണ്ട്, നമുക്ക് ഇത്രയും നല്ല സംവിധാനങ്ങളുണ്ട്. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാ. ഈവൻ ഈ ശുശ്രൂഷകൾ, ഈ ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞാലോ നമ്മുടെ ആരാധനകളുടെ അകത്ത് എത്രത്തോളം നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നോ അത്രത്തോളം ദൈവത്തിന്റെ മഹത്വം നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കും. നിലവിളിച്ച് ചോദിച്ചിട്ടും ഒരു വാക്കുപോലും അവക്ക് ഉത്തരം കൊടുക്കാത്ത യേശു കർത്താവ് വേണ്ട അവളെ നമസ്കരിച്ച് ആരാധിച്ചുകൊണ്ട് വരുമ്പോൾ അവൾക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി. രക്തത്താൽ ജയം. ചിലരുടെ ആരാധന നമ്മുടെ വീടിനകത്ത് അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ പോകയാ. ആരാധിക്കാൻ ഒരു കൂട്ടമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അക്ഷരികമായിട്ട് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ മഹത്വം. ആരാധിക്കുന്ന തന്നെ മക്കൾക്ക് വേണ്ടി ആകാശം ചായിച്ച് സ്വർഗം തുറന്ന് അവരുടെ വീടിന്റെ പരിമിതികൾക്കകത്ത് ഇറങ്ങി വരുന്ന ദൈവം. ആരാധിക്കുന്നവരുടെ മുമ്പിൽ ദൈവത്തിന്റെ കണ്ണടയത്തില്ല, അവന്റെ കാതടയത്തില്ല, അവന്റെ കരം അവൻ മാറ്റി നിർത്തത്തില്ല. ആരാധിക്കുന്നവർക്ക് വേണ്ടി അവൻ പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിലും അങ്ങനെയുള്ള അത്ഭുതങ്ങൾ ഇതിനകത്ത് വെളിപ്പെട്ട് വരാൻ പോകയാ. ഞാൻ ആരോടോ പറയുന്നു, ഇന്നത്തെ ആരാധന നിങ്ങളുടെ ജീവിതത്തിന്റെ ബ്രേക്ക് ത്രൂ ആ. ഇന്നത്തെ ആരാധന കിട്ടത്തില്ലെന്ന് പറഞ്ഞ സൗഖ്യത്തെ കർത്താവെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് യേശുവിന്റെ മുമ്പിൽ വന്ന് ആരാധിക്കുകയാ. കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ഇമ്പോർട്ടൻ്റാ ഇത് ഒത്തിരി പ്രാധാന്യമുള്ളതാ. കാലങ്ങളായി ചോദിച്ചിട്ട് കിട്ടാത്ത ഏതെങ്കിലും വിഷയമുണ്ട്? ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് അനന്തരമായ മനസ്സറിഞ്ഞ് ദൈവത്തെ ആരാധിച്ചു, കർത്താവ് അത് പൊട്ടിക്കും. വർഷങ്ങൾ ഫാസ്റ്റ് ചെയ്ത് വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ട് തുറന്നു വരാത്ത ഏതെങ്കിലും ഒരു വിഷയം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വചനം കൊണ്ട് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, ഉറപ്പിക്കുന്നു. എത്രത്തോളം നന്നായിട്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് ദൈവത്തെ ആരാധിച്ചോണം. ആരാധനയ്ക്കകത്ത് ചിലത് തുറന്നു വരും. മറുപടി കൊടുക്കാത്ത യേശു അവൾ നമസ്കരിച്ച് അവൾ ആരാധിച്ചുകൊണ്ട് വന്നപ്പോൾ മറുപടി കൊടുത്തു. മക്കളുടെ അപ്പ നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കില്ല. വീണ്ടും ഉത്തരം. സ്തോത്രം. യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ നുറുക്കുകൾ കൊണ്ടും നായ്ക്കുട്ടികൾ ജീവിക്കുന്നുവല്ലോ. സ്തോത്രം. കണ്ടോ, ഒരു സംഭാഷണത്തിനകത്ത്
അവിടെ കുടുംബത്തിന്റെ വിടുതൽ വെളിപ്പെട്ട് വരികയല്ലേ. നിങ്ങൾ ഈ സംഭാഷണം ഇങ്ങനെ നിൽക്കേ, ആ പിക്ചർ മനസ്സിലൊന്ന് ധ്യാനിച്ചേ. പട്ടണത്തിന്റെ നടുവിൽ യേശു നിൽക്കുന്നു. യേശുവിൻ്റെ പിന്നാലെ ഒരമ്മ നിലവിളിച്ചുകൊണ്ട് വരുന്നു. അമ്മ പ്രാർത്ഥിച്ചതും ആരാധിച്ചതും പട്ടണത്തിനകത്ത്. അമ്മയുടെ വിഷയം കിലോമീറ്ററുകൾക്കപ്പുറം വീടിനകത്ത്. സ്തോത്രം. ഇന്ന് നമ്മൾ ഈ PMG ചർച്ചിനകത്ത് ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, കർത്താവ് ഇവിടെയുണ്ട്, നമ്മളിവിടെ ഉണ്ട്, നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ വേദനിപ്പിക്കുന്ന വിഷയം കിലോമീറ്ററുകൾക്കപ്പുറമല്ലേ, പട്ടണങ്ങൾക്കപ്പുറമല്ലേ, രാജ്യങ്ങൾക്കപ്പുറമല്ലേ. അമ്മയും യേശു നിൽക്കുന്നത് സിറ്റിക്കകത്ത്, പക്ഷെ അമ്മയുടെ പ്രയർ റിക്വസ്റ്റ് വീടിനകത്താ. ഒന്നുറപ്പാ, പ്രാർത്ഥിക്കാനും ആരാധിക്കാനും വിശ്വസിക്കാനും ഒരാളുണ്ടെങ്കിൽ കിലോമീറ്ററുകൾക്കപ്പുറം ചലിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ചലിക്കൂ. ഒരു ദൂത് ഇങ്ങനെ നിയോഗത്തോടെ പറയാൻ എൻ്റെ അകം കത്തിക്കുകയാണ് കർത്താവ്. ഇന്നത്തെ ആരാധന കിലോമീറ്ററുകൾക്കപ്പുറം ചില അത്ഭുതങ്ങളെ ചലിപ്പിക്കാൻ പോകയാ. കിലോമീറ്ററുകൾക്കപ്പുറം നിന്റെ കുഞ്ഞിന്റെ വിഷയത്തെ ആധികാരികമായി തുറക്കേണ്ടതിനായി ആഴത്തിലൊരു വിടുതലിനെ കർത്താവ് തുറക്കുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നന്നായിട്ട് കർത്താവ് ആരാധന കൊടുത്തു. ഈ ആരാധന രാജ്യങ്ങളുടെ വ്യോമ അതിർത്തികളെ പൊട്ടിച്ച് നിന്റെ പ്രിയപ്പെട്ടവൻ, നിന്റെ പ്രിയപ്പെട്ടവർ, നീയുമായി ബന്ധപ്പെട്ട ആളുകൾ കിലോമീറ്ററുകൾക്കും രാജ്യങ്ങൾക്കും അപ്പുറം തകരുമ്പോൾ അവരുടെ വിഷയത്തെ തൊട്ട് ചലിപ്പിക്കേണ്ടതിനായി ദൈവത്തിന്റെ കരുണ അതിവേഗമോടുന്ന ദൈവവചനമയച്ച് മാസ നമഹതി. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിൽ, യേശു പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കിക്കണം. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ച അസാധാരണ വെളിപ്പാടാ. യേശു സ്ത്രീയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രണ്ട് ആശയങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന്, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിന് വേണ്ടിയാ വന്നത്, ശിഷ്യന്മാരോടായിട്ട് പറയുന്നു. രണ്ട്, സ്ത്രീയോടായിട്ട് പറയുന്നു, മക്കളുടെ അപ്പം നായ്ക്കുട്ടിക്ക് ഇട്ടുകൊടുക്കില്ല. അപ്പൊ സ്ത്രീ വന്ന് പറയാ, യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൾ കൊണ്ട് നായ്ക്കുട്ടികൾ ജീവിക്കും. അപ്പം നുറുക്കുന്ന കഥയല്ലേ സ്ത്രീ പറയുന്നേ. സ്തോത്രം, ഹല്ലേലൂയ. യേശു അപ്പത്തെ പറ്റി പറയുമ്പോൾ സ്ത്രീ വന്ന് അപ്പം നുറുക്കുന്ന കഥ പറയുക. ഓ ജീസസ് മൈറ്റി നെയ്മ്. യേശു പറയുന്നത്, സ്തോത്രം, മക്കളുടെ അപ്പം നായ്ക്കുട്ടിക്ക് ഇട്ടുകൊടുക്കത്തില്ലെന്നാ. സ്ത്രീ പറയുന്നത്, യെസ്, അപ്പമായിരുന്നാൽ നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കില്ല, പക്ഷെ ഈ അപ്പം ഒരിക്കൽ നുറുക്കപ്പെടും. എന്നതാ ഈ അമ്മ പറഞ്ഞു വെക്കുന്നത്? ഒന്ന്, നീ ജീവന്റെ അപ്പമാണെന്നല്ലേ. രണ്ട്, ഈ അപ്പം നുറുക്കപ്പെടുമെന്നല്ലേ. മൂന്ന്, ഇത് നുറുക്കപ്പെട്ടാൽ ഇതിനകത്ത് നടന്നു വീഴുന്ന ഒരൊറ്റ പീസ് കൊണ്ട് എന്റെ കുടുംബത്തിന്റെ, എന്റെ കുലത്തിന്റെ മരണം വഴിമാറുമെന്നല്ലേ. യേശുവിന്റെ ജീവന്റെ മഹത്വം ഇന്നതിനകത്ത് വ്യാപരിക്കട്ടെ. കാൽവറിയുടെ കൊലക്കളത്തിൽ ജീവന്റെ അപ്പമാകുന്ന ക്രിസ്തു നുറുക്കപ്പെട്ടപ്പോൾ അതിനകത്ത് നടന്നു വീണ ഒരൊറ്റ പീസിനെ പെറുക്കിയെടുത്താൽ അപ്പമായി വന്നവൻ, ജീവന്റെ അപ്പമായിട്ട് ഇറങ്ങി വന്നവൻ ഇസ്രായേലിന് വേണ്ടിയാ വന്നേ. പക്ഷെ ഒരിക്കൽ ഇത് ബ്രേക്ക് ചെയ്യും, ഒരിക്കൽ ഇത് നുറുക്കും. ഒരിക്കൽ ഇത് നുറുക്കിയാൽ, സ്തോത്രം, അവൻ ഇസ്രായേലിന് വേണ്ടി മാത്രമുള്ളതല്ല, അവൻ മാനവകുലത്തിന് മുഴുവനുള്ളതാ. അപ്പമായിട്ടിരിക്കുമ്പോൾ അവൻ ഇസ്രായേലിന് വേണ്ടിയുള്ളതാ. പക്ഷെ അപ്പം നുറുക്കിയാൽ അവൻ യഹൂദന്റേത് മാത്രമല്ല, അവൻ ലോകമെമ്പാടും ചിതറിക്കിടക്കുന്ന സകല മാനവകുലത്തിനുമുള്ള അനുഗ്രഹമാണെന്ന്. നിന്റെ വിടുതൽ ആ കാൽവരി ക്രൂശിനകത്തുണ്ട്, നിന്റെ അത്ഭുതം ആ കാൽവരി ക്രൂശിനകത്തുണ്ട്. വിശ്വസിക്കുന്നവർ നന്നായിട്ട് കർത്താവിന് ആരാധന കൊടുത്തു. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിന്റെ നുകത്തെ ഓടിച്ചു കളയാൻ യേശുവിന്റെ നാമത്തിൽ ജയം ചലിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ജയം ചലിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ജയം ചലിക്കട്ടെ. അപ്പം നുറുക്കുന്നതിന്റെ വെളിപ്പാട്, ജീവന്റെ അപ്പമാകുന്ന ക്രിസ്തുവിനെ കാൽവറിയിൽ നുറുക്കിയതിന്റെ വെളിപ്പാട് ഒരമ്മയുടെ അകത്ത് കത്തിയപ്പോൾ, ആ വെളിപ്പാട് അവൾ വാമൊഴിയാൽ പറഞ്ഞപ്പോൾ, അന്നവിടെ കുടുംബത്തിന്റെ കെട്ട് പൊട്ടിയെങ്കിൽ, അന്നവിടെ ഗോത്രത്തിന്റെ കെട്ട് പൊട്ടിയെങ്കിൽ ഭയങ്കര റെവലേഷനുകൾ, അസാധാരണ ക്രൈസ്റ്റ് റെവലേഷനെ ലെഫിസ് മാർത്തോറോനി റിബൻ ഹദുരി മസിയാർഥറാനി. ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ.
ഹേ കനാനിയ സ്ത്രീയെ, ആരാ നിനക്ക് ഈ വെളിപ്പാട് പറഞ്ഞു തന്നെ? ഈ അപ്പം നുറുക്കപ്പെടുമെന്ന്. പത്രോസിന് പിടികിട്ടാത്ത വെളിപ്പാട്, യോഹന്നാന് പിടികിട്ടാത്ത വെളിപ്പാട്, പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്ക് വെളിപ്പെട്ട് കിട്ടാത്ത ഈ സത്യം നിനക്ക് ആരാ പറഞ്ഞു തന്നെ? ആരാ നിനക്കത് വെളിപ്പെടുത്തി തന്നത്? നീ പറഞ്ഞു വെച്ച വെളിപ്പാട് നിന്റെ കുടുംബത്തിന്റെ വീടുകളിന് കാരണമായി തീരാൻ പോകുക. ജയം 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 ജയം. എവിടെയാ നമ്മുടെ വിടുതൽ നടക്കുന്നത്? നമ്മുടെ വിടുതൽ നടത്തുന്നത് ആ ക്രൂശിലല്ലേ? ജീവന്റെ അപ്പമാകുന്ന ക്രിസ്തുവിനെ നുറുക്കിയ ആ ക്രൂശിനകത്തല്ലേ നമ്മുടെ വിടുതൽ സ്ഥാപിക്കപ്പെട്ടെ? സ്തോത്രം. ഇസ്രായേലിന് വേണ്ടി വന്നവൻ നുറുങ്ങി, മുറിഞ്ഞു. സ്തോത്രം. നമ്മുടെ അതിക്രമം നിമിത്തം അവൻ മുറിവേറ്റും, നമ്മുടെ അകൃത്യ നിമിത്തം അവൻ തകർക്കപ്പെട്ടുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി. സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, അവൻ നമ്മുടെ വേദനകളെ ചുമന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ക്രൂശിന്റെ മഹത്വം ആ സ്ത്രീയുടെ അകത്ത് കത്തിയപ്പോൾ കർത്താവ് അവൾക്ക് വേണ്ടി അവിടെ നിന്നു. അവളോട് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ വിശ്വാസം വലിയത്. സത്യത്തിൽ ഈ ക്രൂശിൽ വന്ന് നിന്നാലേ ഇവൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ആ വംശത്തിന്റെ ശാപം പൊട്ടത്തുള്ളൂ. ഒരു കനാന്യ സ്ത്രീയല്ലേ? നിങ്ങൾക്കറിയാമോ, കനാന്യ വംശം ശപിക്കപ്പെട്ട വംശമാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോണം. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ ഇവന്റെ ചരിത്രം തുടങ്ങുക. ദൈവശബ്ദം കേട്ട് ഗോഫേർ മരം കൊണ്ട് പെട്ടകമുണ്ടാക്കിയ നോഹ ദൈവം പറഞ്ഞതനുസരിച്ചു. ഒടുവിൽ പെട്ടകം ആരാരാത്തിൽ ഉറച്ചു. 7-ാം മാസം 17-ാം തീയതി പെട്ടകം ആരാരാത്തിൽ ഉറച്ചു. പിന്നെ നോഹ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. നോഹയ്ക്ക് 3 മക്കളല്ലേ? ഷേം, ഹാം, യാഫത്ത്. നോഹയും ഭാര്യയും അവരുടെ മക്കളും അവരുടെ ഭാര്യമാരും ഇങ്ങനെ 8 പേരടങ്ങുന്ന ഒരു സംഘം പെട്ടകത്തിനകത്ത് കയറി. അരാരാത്തിൽ പെട്ടകമുറച്ച് പിന്നത്തേതൊരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. കാലങ്ങൾ കഴിഞ്ഞു. നോഹയുടെ ജീവിതത്തിൽ വന്ന ഒരു തകർച്ച നിമിത്തം ഒരു തലമുറയുടെ മേൽ ശാപം വന്ന് വീഴുക. ഉൽപ്പത്തി പുസ്തകം ഒന്ന് എടുക്കാമോ? 9-ാം അധ്യായത്തിന്റെ 22 മുതൽ താഴേക്കൊന്ന് വായിക്കണേ. കനാന്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തന്റെ 2 സഹോദരന്മാരെയും അറിയിച്ചു. സത്യത്തിൽ ഹാം ആണ് പിതാവിന്റെ നഗ്നതയെ അനാവൃതമാക്കുന്നത്. ശ്രദ്ധിക്കണേ, വാക്യങ്ങൾ വായിക്കണം, ഞാൻ പറയാം. പാപം ചെയ്യുന്നത് ഹാമാ. എന്നെ ശ്രദ്ധിച്ചേ. നോഹയ്ക്ക് 3 മക്കളാ, ഷേം, ഹാം, യാഫത്ത്. 3 മക്കളാ. ഇതിനകത്ത് 2-ാമത്തവൻ പാപം ചെയ്തു. സത്യത്തിൽ ഹാമിന്റെ പേര് പറഞ്ഞാൽ മതി. പക്ഷേ ഹാം പാപം ചെയ്തപ്പോൾ അടുത്ത തലമുറ കനാന്റെ പേരൂടെ കർത്താവ് ഇവിടെ സെറ്റ് ചെയ്തു. കനാന്റെ പിതാവായ ഹാം, അങ്ങനെ എഴുതിയിരിക്കുന്നത്. മറ്റുള്ളവരെയൊക്കെ ഷേമെന്നും യാഫത്തെന്നും പറയുമ്പോൾ പാപം ചെയ്തവനെ മാത്രം അടുത്ത ജനറേഷൻ കൂടെ കോട്ട് ചെയ്ത് ദൈവം സംസാരിക്കുക. താഴോട്ട് വായിച്ചോ. 23. ശേമും യാഫേത്തും ഒരു വസ്ത്രം എടുത്തു, ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് പിതാവിന്റെ നഗ്നത മറച്ചു. അവരുടെ മുഖം തിരിഞ്ഞിരുന്നുകൊണ്ട് അവർ പിതാവിന്റെ നഗ്നത കണ്ടില്ല. നോഹ ലഹരി വിട്ടുണർന്നപ്പോൾ തന്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു. അപ്പോൾ അവൻ, കനാൻ ശപിക്കപ്പെട്ടവൻ. ആ വാക്ക് കണ്ടോ? എന്നെ നോക്കിക്കേ. കനാൻ ശപിക്കപ്പെട്ടവൻ. തെറ്റ് ചെയ്തത് കനാനാണോ? ഹാം അല്ല തെറ്റ് ചെയ്തേ. ഹാം ചെയ്ത തെറ്റ് അടുത്ത ജനറേഷന്റെ മീതെ ശാപമായി തീർന്നു. സ്തോത്രം. നോഹയുടെ 3 മക്കൾ ഷേം, ഹാം, യാഫത്ത്. ഇതിനകത്ത് ഹാം, കനാന്റെ പിതാവായ ഹാം, തൻ്റെ അപ്പന്റെ നഗ്നതയെ അനാവൃതമാക്കി. അവൻ കണ്ടത് പുറത്ത് ആഘോഷമാക്കി. സഹോദരന്മാരോട് ചെന്ന് പറഞ്ഞു. സത്യത്തിൽ ഷേമും യാഫത്തും അവർ വിമുഖരായി വന്ന്, സത്യത്തിൽ അവർ റിവേഴ്സാ വരുന്നത്. പുറം തിരിഞ്ഞു വന്ന്, സ്തോത്രം, അതിനെ മറച്ചിട്ട് പോയി. എഴുന്നേറ്റ് വന്ന് ദേഷ്യം വരുന്ന പിതാവ് തെറ്റ് ചെയ്ത ഹാമിനെ അല്ല ശപിക്കുന്ന, കനാൻ ശപിക്കപ്പെട്ടവൻ. കനാന്റെ സങ്കടം എന്നാണെന്നറിയാവോ? ഇവൻ ശപിക്കപ്പെട്ടത് ഇവന്റെ തെറ്റുകൊണ്ടല്ല. ഇവൻ ശപിക്കപ്പെട്ടത് പിതാവ് ചെയ്ത തെറ്റുകൊണ്ടാ. അവന്റെ പിതാവാകുന്ന ഹാം ചെയ്ത തെറ്റുകൊണ്ട്, സ്തോത്രം, അവൻ ശപിക്കപ്പെട്ടു. സ്തോത്രം. ഒരു തലമുറ മുഴുവൻ ശാപത്തിനകത്ത് കിടക്കുക.
ഇനി താഴേക്കുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അവൻ തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരും. അതിനകത്ത് നിന്ന് അടിമകൾ പുറത്തു വന്നില്ലേ? അപ്പോൾ ഒരു ജനറേഷൻ അടിമനുഖത്തിനകത്ത് വീണ് കിടക്കാൻ കാരണം അവൻ്റെ അപ്പൻ ചെയ്ത പാപമാ. വെല്ലിപ്പച്ചനോട് അപ്പൻ ചെയ്ത പാപം നിമിത്തം കൊച്ചുമകൻ ശപിക്കപ്പെട്ടു. ഉണ്ടോ? 3 ജനറേഷനെയല്ലേ അവിടെ കാണുന്നേ? നോഹ, ഹാം, കനാൻ. കനാൻ ഇന്ന് ശാപത്തിൽ കിടക്കാൻ കാരണം അവൻ്റെ പിതാവ് പൂർവ്വപിതാവിനോട് പാപം ചെയ്തു. ഞാനൊരു വാക്കിങ്ങനെ പറയാം, ദൈവത്തിൻ്റെ മുമ്പിലോ ദൈവമാക്കി വെച്ച അഭിഷക്തന്മാരുടെ മുമ്പിലോ നാം ഒരു പാപം ചെയ്താൽ അടുത്ത ജനറേഷനിലേക്കും അതിൻ്റെ എഫക്റ്റ് വ്യാപരിക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസാക്ഷി ബോധ്യം തരുന്നുണ്ടെങ്കിൽ ഈ മിനിറ്റുകളിൽ മനുഷ്യരോടല്ല ദൈവത്തോട് ഏറ്റു പറയാൻ തയ്യാറാണെങ്കിൽ കർത്താവ് ഒരു വംശാവലിക്കകത്ത് കയറി വരാൻ സാധ്യതയുള്ള പാപത്തെ, ശാപത്തെ ഇതിനകത്ത് തകർത്തു മാറ്റാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഒരു മുന്തിരി നിമിത്തം, ഒരു മുന്തിരിച്ചാറ് നിമിത്തം ഒരു തലമുറ ശപിക്കപ്പെടുക. ഇതിൻ്റെ എല്ലാം റൂട്ട്, മൂലകാരണം ആ മുന്തിരിത്തോട്ടമല്ലേ? ആ മുന്തിരിന്ന് പുറത്ത് വന്ന മുന്തിരിച്ചാറല്ലേ? വീഞ്ഞു കുടിച്ചത് നിമിത്തമല്ലേ കനാന്യ വംശം ശപിക്കപ്പെട്ടത്? ഇനി നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വന്നേ. ഈ വംശത്തിൽ നിന്ന് ഒരു അമ്മ കയറി വരിക. ഇവിടെ സങ്കടം, സ്വന്തം മോള് ഭൂതോപദ്രവമായി വീട്ടിൽ കിടക്കുക. ചികിത്സ കൊണ്ട് മാറാത്ത വിഷയം, പണം കൊണ്ട് മാറാത്ത വിഷയം. ദൈവത്തിന് മാത്രമേ ഇതിനകത്ത് ഇറങ്ങി എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്നാണെന്നറിയാമോ? ഇത് സാധാരണ ഒരു പ്രതിസന്ധിയല്ല, ശാപം നിമിത്തമായി ഇത് കയറി വന്നേ. ശാപം നിമിത്തം കയറി വന്നൊരു പ്രതിസന്ധിയെ തകർക്കേണ്ടതിനായി അമ്മ എന്ന് തീരുമാനമെടുത്തു. ഞാൻ യേശുവിൻ്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കും. ശ്രദ്ധിക്കണം, മുന്തിരിച്ചാറ് നിമിത്തം ശാപം പിടിച്ച ഒരു തലമുറയുടെ ശാപം തകർക്കേണ്ടതിനായി അമ്മ കയറി നിൽക്കുന്നത് സാക്ഷാൽ മുന്തിരിവള്ളിയായ ദൈവപുത്രന്റെ മുമ്പിൽ. ഒരു മുന്തിരി നിമിത്തം ഒരു കുടുംബം ശാപത്തിലേക്ക് പോയെങ്കിൽ, ഒരു കുലം ശാപത്തിലേക്ക് പോയെങ്കിൽ ആ ശാപത്തെ നിർവീര്യമാക്കേണ്ടതിനായി ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയോ എൻ്റെ പിതാവ് തോട്ടക്കാരനും എന്ന് പറഞ്ഞ സാക്ഷാൽ മുന്തിരിവള്ളിയായ ദൈവപുത്രന്റെ മുമ്പിലേക്ക് അന്ന് ആ അമ്മ സറണ്ടറായപ്പോൾ അന്ന് ആ വംശത്തിന്റെ ശാപം പൊട്ടിമാറിയെങ്കിൽ ഇന്ന് ആത്മാവ് ചില കുടുംബങ്ങളെ നോക്കി നിയോഗത്തോടെ കൈമാറുകയാ. വിടാതെ പിന്തുടരുന്ന ചില ശാപങ്ങളെ ഈ ആരാധനയ്ക്കകത്ത് ആത്മാവ് തകർത്തു മാറ്റാൻ പോകുകയാ. വിശ്വസിക്കാൻ ഒരാളുണ്ടെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുത്തു, ദൈവത്തിന് ആരാധന കൊടുത്തു. നിന്റെ കുടുംബത്തിനകത്തെ ശാപത്തെ കർത്താവ് തുടച്ചു മാറ്റട്ടെ. കനാൻ എവിടെ തൊട്ടാലും പരാജയമാ, കനാൻ എവിടെ തൊട്ടാലും തോൽവിയാ. കാരണം അപ്പന്റെ ശാപം അവന്റെ മേൽ കിടക്കുക. ഞാൻ മാതാപിതാക്കളെ പ്രബോധിപ്പിക്കുന്നു, മക്കളുടെ ഭാവിയെ തിരിക്കാൻ ദൈവം അധികാരം തന്നത് നമ്മുടെ നാവില. രക്തത്താൽ ജയം. അപ്പനും അമ്മയും കുഞ്ഞിനെ നോക്കി ഒരു വാക്ക് പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും. ഒരു കാര്യം, ഒരു അടയാളം ഞാൻ പറയാം. പണ്ട് യാക്കോബ് നാഹോരിന്റെ പട്ടണത്തിൽ നിന്നും ബേർഷേബയിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു യാത്രയുണ്ട്. അവർ ബഥേലി വന്ന് അവിടെ പാർത്ത് ദൈവത്തിന് ആരാധന കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു. ബഥേലിൽ നിന്നും യാത്ര പുറപ്പെട്ട് എഫ്രാത്തയിലെത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. സത്യത്തിൽ ഈ ഡെലിവറിയോടുകൂടി റാഹേൽ മരിക്കാൻ തുടങ്ങുമ്പോൾ പ്രാണവേദനയ്ക്കകത്ത് അവസാന വാക്ക് ആ കുഞ്ഞിനെ നോക്കി റാഹേൽ ഇങ്ങനെ പേരിട്ടു, ബെനോനി. ശ്രദ്ധിക്കണം, ബെനോനി എന്ന വാക്കിന്റെ അർത്ഥം എൻ്റെ ദുഃഖത്തിന്റെ പുത്രൻ എന്നാ. സൺ ഓഫ് മൈ സോറോ. അമ്മയുടെ ദുഃഖം എന്നാണെന്നറിയോ? ആരിവനെ വളർത്തും? എൻ്റെ ദാസി ബിൽഹയാണോ? അതോ സഹോദരി ലേയയുടെ ദാസി സിൽപ്പയാണോ? അമ്മയുടെ സ്നേഹം കിട്ടാതെ ഒരു കുഞ്ഞ് വളരാൻ തുടങ്ങുക. അമ്മ പ്രാണവേദനയ്ക്കകത്ത് അവനെ നോക്കി പറഞ്ഞു, ബെനോനി, എൻ്റെ ദുഃഖത്തിന്റെ പുത്രനാ. എന്നാൽ തൊട്ടടുത്തിരുന്ന യാക്കോബ് എഴുന്നേറ്റ് വന്ന് അവന്റെ കൈക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നീ ബെന്യാമീനാ, എൻ്റെ വലങ്കരത്തിന്റെ പുത്രൻ. അമ്മയ്ക്ക് അവൻ ദുഃഖത്തിന്റെ പുത്രനാ, അപ്പൻ അവന് വലങ്കരത്തിന്റെ പുത്രനാ. ഇന്ന് ചില മാതാപിതാക്കളുടെ നാവിൽ നിന്നും പുറത്തു വരുന്ന വാക്കുകൊണ്ട് തലമുറയുടെ ഭാവിയെ തിരിക്കേണ്ടതിനായി ഒരു ബെഞ്ചമിൻ ജനറേഷനെ PMGക്കകത്ത് ആത്മാവ് എഴുന്നേൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് വിളംബരം നടത്തിയാൽ അഭിഷേകത്തോടെ, ആവേശത്തോടെ, ആത്മനിയോഗത്തോടെ സ്വീകരിക്കാൻ പറ്റുന്നവർ കരമടിച്ച് വായി തുറന്ന് പപ്പയുടെ നാവിലിരിക്കുന്ന വാക്ക്, മമ്മിയുടെ നാവിലിരിക്കുന്ന വാക്ക് തലമുറയുടെ ഭാവിയെ തിരിക്കാനൊരു അഭിഷേകം. രാജ്യത്തിന്റെ കീ പേഴ്സൺ ആക്കാൻ,
നിന്റെ തലമുറയെ രാജ്യത്തിന്റെ കീ പേഴ്സൺ ആക്കാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. മക്കളെ നോക്കി ഇന്ന് വിശ്വാസം പ്രഖ്യാപിച്ചു. മക്കളെ നോക്കി ഇന്ന് അനുഗ്രഹത്തിന്റെ വാക്ക് വിളിച്ചു പറഞ്ഞു. നിന്റെ തലമുറയുടെ മീതെ ദൈവത്തിന്റെ മഹത്വത്തെ അപ്പൻ ശപിച്ചാൽ തലമുറയുടെ മേലത് വരും. അപ്പൻ അനുഗ്രഹിച്ചാലും തലമുറയുടെ മേലത് വരും. എന്തോ കർത്താവ് ആ ഭാഗത്ത് നിർത്തുന്നു. പാരൻസിന്റെ നാവില കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ തിരിവ്. എത്ര ശാപത്തിനകത്ത് ജനിച്ചാലും, സത്യത്തിൽ നോഹയൊക്കെ ജനിക്കുന്ന സമയം ഭയങ്കര ശാപത്തിന്റെ ടൈമാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം വായിക്കണ്ടേ? 5-ാം അധ്യായത്തില് ഈ ആദമിന്റെ വംശപാരമ്പര്യമാവിതെന്ന് പറഞ്ഞ് ആദമ ശപിക്കപ്പെട്ട ആളല്ലേ. ദൈവം ആദമിനെ ശപിച്ചു, ഹൗവയെ ശപിക്കുന്നു, പാമ്പിനെ ശപിച്ചു, ഭൂമിയെ ശപിച്ചു. 1 മുതൽ 4 വരെയുള്ള അധ്യായം ഉൽപ്പത്തി ധ്യാനിച്ചാൽ ഭൂമിയുടെ സൃഷ്ടിപ്പ്. ഇന്ന് 6-ാം ദിവസമല്ലേ കർത്താവ് ഇറങ്ങി വന്ന് ആദമിനെ ഡിസൈൻ ചെയ്തേ. നിലത്ത മണ്ണിനകത്ത് അവന്റെ വിരല് പതിഞ്ഞ് അതിനകത്ത് നിന്ന് മനുഷ്യനെ രൂപകൽപ്പന ചെയ്ത് വാഴുവാനും ഭരിക്കാനുമുള്ള അധികാരം കൊടുത്തു. ദൈവം സകല സംവിധാനത്തെ ശപിച്ചു. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ശപിക്കപ്പെട്ടവന്റെ വംശാവലി പറയുക. ആ ജീനിയോളജി, ആ വംശാവലി ഇങ്ങനെ പറഞ്ഞ് താഴെ വരുമ്പോൾ അതിനിടയിൽ ഒരു കഥാപാത്രമായി യാരദ്. യാരദിനൊരു കുഞ്ഞ് ജനിച്ചപ്പോൾ അവന് ഹാനോക്ക് എന്ന് പേരിട്ടു. വർഷങ്ങൾ അവരുടെ ആയുസ്. ഹാനോക്കിനൊരു കുഞ്ഞ് ജനിച്ചു, അവന് മെതൂശലഹ് എന്ന് പേരിട്ടു. മെതൂശലഹിനൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവന് ലാമേക്ക് എന്ന് പേരിട്ടു. സ്തോത്രം. ഇതിനിടയിൽ ഒത്തിരി പേര് വരുന്നുണ്ട്. അപ്പം യാരദ്, ഹാനോക്ക്, മെതൂശലഹ്, ലാമേക്ക്. ലാമേക്കിനൊരു കുഞ്ഞ് ജനിച്ചാ. ലാമേക്കിന് ആ കൊച്ചി ജനിച്ചപ്പോൾ സാധാരണഗതിയിൽ അന്നത്തെ പിതാക്കന്മാരൊക്കെ കുഞ്ഞിനെ നല്ലൊരു പേരിട്ടു. പക്ഷേ ഈ ശപിക്കപ്പെട്ട വംശാവലിക്കകത്ത്, ആദമിന്റെ വംശാവലിക്കകത്ത് ഇങ്ങനെ ഓരോരുത്തർ ജനിച്ച് വരുമ്പോൾ ഈ ലാമേക്ക് എന്ന പിതാവ് എന്നാ എന്നറിയാമോ? കുഞ്ഞ് ജനിച്ചപ്പോൾ ആ കൊച്ചിനെ കയ്യിലെടുത്തു. എന്നിട്ട് ആ കുഞ്ഞിനെ നോക്കി പറയുന്നൊരു വാക്കുണ്ട്, യഹോവ ശപിച്ച ഭൂമിയിൽ ഞങ്ങളുടെ പ്രയത്നത്തിനും ഞങ്ങളുടെ കൈകളുടെ സകല അധ്വാനത്തിനും ഇവൻ ഞങ്ങൾക്ക് ആശ്വാസമാകുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. ആര് ശപിച്ച ഭൂമിയെയാ? മന്ത്രവാദി ശപിച്ച ഭൂമിയാണോ? സ്തോത്രം. പിതാക്കന്മാർ ശപിച്ച ഭൂമിയാണോ? സ്തോത്രം. ലാമേക്ക് എന്താ അങ്ങ് പറഞ്ഞു വെക്കുന്നേ? ലാമേക്ക് പറഞ്ഞു വെക്കുന്ന ആശയം, യഹോവ ശപിച്ച ഭൂമിയെ എൻ്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ തിരിച്ചു പിടിക്കുമെന്നല്ലേ. യഹോവ ശപിച്ച ഭൂമിയെ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ റെസ്റ്റോർ ചെയ്യുമെന്നല്ലേ പറഞ്ഞേ. ഒരു പഞ്ചായത്തിനെ പിടിക്കുന്ന കാര്യമാണോ പറഞ്ഞേ? ഒരു ജില്ലയെ, ഒരു സ്റ്റേറ്റിനെ പിടിക്കുന്ന കാര്യമാണോ പറഞ്ഞേ? വേൾഡിനെ പിടിക്കാൻ ഒരു അഭിഷേകം എൻ്റെ കുഞ്ഞിന്റെ മേലുണ്ടെന്ന് ഒരു പിതാവ് ഫെയ്ത്ത് ഡിക്ലെയർ ചെയ്തപ്പോൾ അവന് വേണ്ടി ദൈവത്തിന്റെ മഹത്വം വ്യാപരിച്ചെങ്കിൽ വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. നിന്റെ തലമുറയുടെ ഭാവിയെ തിരിക്കേണ്ടതിനായി. Tara mana sara tara hasi mara hansi ala bartarania Vaishas martere lebrako sotoronia arba hamdar Vaishas martarania. ഇന്ന് തുറന്നു വരട്ടെ. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ വളർത്തിയെടുത്ത തലമുറകൾ ഭൂമിക്കൊരു അനുഗ്രഹമാകുമെന്ന്, നിങ്ങളുടെ തലമുറ ഡൽഹിക്കൊരു അനുഗ്രഹമാകുമെന്നല്ല ആത്മാവ് ഇടപെടുന്നത്. വിശ്വാസമുള്ള അഭിഷേകമുള്ള പിതാക്കന്മാരുടെ മക്കളെ ഭൂമിക്കൊരു അനുഗ്രഹമാക്കാൻ. ലാമേക്കിന്റെ അകത്ത് എന്നെ വെളിപ്പാടാ കർത്താവ് കൊടുത്തേ. യഹോവ ശപിച്ച ഭൂമിയെ എൻ്റെ കൊച്ചനെ കൊണ്ട് ഞാൻ തിരിച്ചു പിടിക്കുമെന്ന് ഒരു പിതാവ് വിശ്വാസം പ്രഖ്യാപിച്ചപ്പോ അവന് നോഹ എന്ന് പേര് വീണു. ഹാനോക്കിന് പേരിട്ടതുപോലെയല്ല, മെതൂശലേഹിന് പേരിട്ടതുപോലെയല്ല, ലാമേക്കിന് പേരിട്ടതുപോലെയല്ല. നോഹയുടെ പേരിന്റെ പിറകിൽ ഒരു വിശ്വാസ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഉൽപ്പത്തി 5:17 അങ്ങനെ ഒരു ആത്മതലത്തെ കർത്താവ് തുറന്ന് നോഹയെ കർത്താവ് പുറത്തെടുത്തെങ്കിൽ അവന് വേണ്ടി കൃപ ഇറങ്ങിയില്ലേ? അവന് വേണ്ടി ഗോഫർ മരത്തിന്റെ പെട്ടകത്തിന്റെ പ്രോജക്റ്റ് വന്നില്ലേ? അവനെ ആരാധനകത്ത് ഉറപ്പിച്ചില്ലേ? ഇത് വിശ്വസിച്ചു. തകർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ഭാവിയെ നോക്കി ഫെയ്ത്ത് ഡിക്ലെയർ ചെയ്താൽ നിന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുമ്പോൾ, ആ വചനം തലമുറയെ നോക്കി കൈമാറുമ്പോൾ തലമുറകളുടെ ഭാവിയെ തിരിക്കുന്ന അസാധാരണമാകുന്ന ദൈവമഹത്വത്തെ ഈ പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുകയാ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആത്മാവിൽ അത് തുറന്നു വരട്ടെ. ഞാനിത് പറയാൻ നിന്നതല്ല, ആത്മാവ് എന്നെ കൊണ്ടത് പറയിപ്പിക്കുന്നു.
US-ലും യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ ഗോസ്പലിന് വേറിറങ്ങാൻ സാധ്യതയില്ലാത്ത വിവിധ സിറ്റിക്കകത്ത് സുവിശേഷത്തിന്റെ മഹത്വത്തിന്, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിങ്ങളുടെ തലമുറകളെ ഉപയോഗിക്കുന്ന അസാധാരണമാകുന്ന ദൈവമഹത്വം. ഹല്ലേലൂയ. ശപിക്കപ്പെട്ടവന്റെ ജീനിയോളജി പറഞ്ഞു വരിക. യാരദ്, ഹാനോക്ക്, മെതുശലേഹ്, ലാമേക്ക്. ഉൽപ്പത്തി 5:29 വരുമ്പോ ശാപത്തിനകത്ത് ഒരു കൊച്ചിനെ കയ്യിലെടുത്ത് അപ്പൻ വിശ്വാസം പ്രഖ്യാപിക്കും, ഇവനെ കൊണ്ട് ഞാൻ തിരിച്ചു പിടിക്കും. മാതാപിതാക്കളെ, നിങ്ങൾ പരാജയപ്പെട്ടെടുത്ത് നിങ്ങളുടെ തലമുറകളെ കൊണ്ട് കർത്താവ് റിസൾട്ട് കാണിക്കാൻ പോവാ. പിതാവിന്റെ നാവിന്ന് ഒരു കാര്യം വന്ന, അന്നത് ഭൗതിക പിതാവായിരുന്നു കേട്ടോ. ഇത് നമുക്ക് വേണ്ടി ആത്മീക പിതാക്കന്മാരുണ്ട്. ഞാൻ സഭയെ പ്രബോധിപ്പിക്കുക, കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ച സ്പിരിച്വൽ ലീഡർഷിപ്പിനെ ഓണർ ചെയ്യണം. സമാർത്ഥിയാന ചേക്കേ. ഹാം കണ്ടത് സത്യമാ, പക്ഷെ അവൻ പുറത്ത് പറയാൻ പാടില്ലായിരുന്നു. സ്തോത്രം. അവൻ കണ്ടത്, അകത്ത് കണ്ടത് പുറത്ത് അവൻ ആഘോഷമാക്കി. ഗ്ലോറി ടു ജീസസ്. ഞാൻ ആ ഭാഗം തൊടുന്നില്ല. പക്ഷേ വേറെ 2 ജനറേഷൻ പുറത്ത് ഇപ്പുണ്ട്. വേണ്ടേ അവർ റിവേഴ്സ് വരിക. സ്തോത്രം. അകത്ത് കണ്ടവൻ പുറത്തു പോയതിനെ ആഘോഷമാക്കുമ്പോ പുറത്ത് നിൽക്കുന്ന 2 പേര് മുഖം തിരിഞ്ഞു വന്ന് അതിനെ മറച്ചു കളയുക. സ്തോത്രം. യഥാർത്ഥ ദൈവമക്കളുടെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ഒരുവന്റെ കുറവിനെ ആഘോഷമാക്കരുത്. ഒരുവന്റെ കുറവിനെ ദൈവസ്നേഹമാകുന്ന പുതപ്പ് കൊണ്ട് കവർ ചെയ്യണം. ഓ ഗ്ലോറി ടു ഗോഡ്. കൂടെ കൈതട്ടുന്ന, കൂടെ ആരാധിക്കുന്ന ഒരാൾ ആത്മമണ്ഡലത്തിനകത്ത് വീക്കാണെങ്കിൽ, ഒരാൾ വിശുദ്ധിക്കകത്ത് വീക്കാണെങ്കിൽ, ഒരാൾ ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത് വീക്കാണെങ്കിൽ, സ്തോത്ര, അവന്റെ ബലഹീനതയെ പുറത്ത് ആഘോഷമാക്കുന്നതല്ല ദൈവസഭയുടെ ക്വാളിറ്റി. അവന്റെ ബലഹീനതയെ ദൈവകൃപയാകുന്ന പുതപ്പ് കൊണ്ട് കവർ ചെയ്യാൻ, അവന്റെ ബലഹീനതയെ ദൈവസ്നേഹമാകുന്ന പുതപ്പ് കൊണ്ട് കവർ ചെയ്യുന്ന ക്രിസ്തുവിന്റെ ആർദ്രതയുള്ള ചിലരെ ദൈവത്തിന്റെ ആത്മാവ് ഡൽഹി പട്ടണത്തിനകത്ത് എഴുന്നേൽപ്പിക്കട്ടെ. വീഴുന്നു. ആ അഭിഷേകത്തിന്റെ പുതപ്പ് ചിലരുടെ മേൽ വീഴുന്നു. ആ അഭിഷേകത്തിന്റെ പുതപ്പ് ചിലരുടെ മേൽ വീഴുന്നു. കുറവിനെ പരസ്യപ്പെടുത്തുന്ന നല്ല ദൈവസ്നേഹം, ബലഹീനതയെ പുറത്ത് ആഘോഷമാക്കുന്ന നല്ല ദൈവസ്നേഹം, ദൈവകൃപ കൊണ്ട് പൊതിയാൻ. കനാൻ ശപിക്കപ്പെട്ടവൻ. കനാൻ അന്ന് പ്രായമുണ്ടോ, പക്വതയുണ്ടോ? അവന് പക്വത പ്രാപിക്കാത്ത സമയത്ത് അവന്റെ അപ്പൻ ചെയ്ത പാപത്തിന്റെ പരിണിത ഫലം ആ തലമുറ അനുഭവിക്കുക. പക്ഷെ ആ വംശാവലിക്കകത്ത് ഒരു അമ്മ തീരുമാനം എടുത്ത്, ഞാൻ അതിനെ പൊട്ടിക്കും. എവിടെയാ അതിനെ പൊട്ടിക്കുന്നത്? മുന്തിരിവള്ളിയുടെ അടുത്ത് ഞാൻ പോകും. മുന്തിരിച്ചാറി തുടങ്ങിയ കഥയല്ലേ, മുന്തിരിവള്ളിയുടെ അടുത്ത് ഞാൻ അതിനെ പരിഹരിക്കും. അവൾ അപ്പം നുറുക്കുന്ന വെളിപ്പാട് പറഞ്ഞു. ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ യേശു കർത്താവ് ആ സ്ത്രീയോടായിട്ട് പറയുന്നൊരു വാക്കുണ്ട്, നിന്റെ വിശ്വാസം വലിയത്. വലിയ വിശ്വാസത്തിന്റെ മഹത്വം എന്നാണെന്നറിയാമോ? കിലോമീറ്ററുകൾക്കപ്പുറം ദൈവശക്തി വ്യാപരിക്കും. ഞാൻ ഇന്ന് ഒത്തിരി പ്രാർത്ഥിക്കുക, നമ്മുടെ ഫെയ്ത്ത് ലെവൽ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കരം ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ശിഷ്യന്മാരുടെ അകത്ത് ലിറ്റിൽ ഫെയ്ത്ത്, 12 കൊല്ലം രക്തസ്രാവമുള്ള സ്ത്രീയുടെ അകത്ത് ഫെയ്ത്ത്, കനാന്യ സ്ത്രീയുടെ അകത്ത് ഗ്രേറ്റ് ഫെയ്ത്ത്. ഡയമെൻഷൻ മാറുന്ന കണ്ടോ? അടുത്ത ലെവലിലേക്ക് കയറുന്ന കണ്ടോ? അപ്പൊ ഈ ഉപവാസത്തിന്റെയും ഈ പ്രാർത്ഥനയുടെയൊക്കെ പിൻപിലെ ദൈവത്തിന്റെ പദ്ധതി എന്താ? നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലേ. എനിക്ക് മുമ്പായിട്ട് മാൻ ഓഫ് ഗോഡ് ഇവിടെ പറഞ്ഞു, അവിശ്വാസത്തിന്റെ ദുഷ്ടഹൃദയത്തെ മാറ്റിക്കളയണമെന്ന്. എനിക്കറിയില്ല, എൻ്റെ പ്രയർ റൂമിനകത്ത് ദൈവം തന്ന ദൂതിന്റെ മറ്റൊരു വശം അഭിഷക്തനെ കൊണ്ട് കർത്താവ് പറയിപ്പിച്ചെങ്കിൽ ഇത് നമുക്കുള്ള ആലോചനയല്ലേ. നമ്മുടെ ഫെയ്ത്ത് ഈ സീസണിൽ വർദ്ധിക്കണം. കേവലം എന്തെങ്കിലുമൊക്കെ നന്മ പ്രാപിച്ച് ഒതുങ്ങിത്തീരുന്ന വിളിയും തെരഞ്ഞെടുപ്പും അല്ല നമ്മുടെ മേൽ കിടക്കുന്നത്. ദേശത്തെ പിടിക്കാൻ ഒരു ദൈവിക നിയോഗം, അത് വിശ്വസിക്കുന്ന ഒരു തലമുറയെ കൊണ്ട് അത്ഭുതകരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറാൻ പോകയാ. വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ. അല്പവിശ്വാസം, വിശ്വാസം, വലിയ വിശ്വാസം. എടുക്കാം യൂദ എഴുതിയ ലേഖനം, യൂദയുടെ ലേഖനം 20-ാമത്തെ വാക്യം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. The most holy faith, അതിവിശുദ്ധ വിശ്വാസം. ഇനി എന്നെ ശ്രദ്ധിക്കണേ, ഞാൻ ഈ ഭാഗം ഒത്തിരി വിശകലനം ചെയ്യണമെന്ന് ആഗ്രഹിച്ച്, പക്ഷെ അതിനിടയിൽ ആത്മാവ് നമ്മെ പല നിലകളിൽ നയിച്ചു.
ആദ്യത്തെ 3 വിശ്വാസത്തെക്കാൾ ശ്രേഷ്ഠകരമാണ് വിശ്വാസത്തിൻ്റെ 4th ഡയമെൻഷൻ. അത് അതിവിശുദ്ധ വിശ്വാസമാണ്. എന്നാ ഇതിൻ്റെ പ്രത്യേകത? എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് തന്ന ബോധ്യം, ആലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് നമ്മളെ കൊണ്ട് നിർത്തുന്നതാണ് അതിവിശുദ്ധ വിശ്വാസം. നിങ്ങൾ ശീലോവിലെ സമാഗമന കൂടാരത്തിലേക്ക് നോക്കിക്കേ, അല്ലെങ്കിൽ ജെറുസലേം ദേവാലയത്തിലേക്ക് നോക്കിക്കേ. 3 ഭാഗങ്ങളില്ലേ അവിടെ? പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിപരിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലമുണ്ട്. ഈ വിശുദ്ധ സ്ഥലത്തിനും അതിവിശുദ്ധ സ്ഥലത്തിനും ഇടയിൽ ഒരു തിരശീല. ഈ തിരശീലയ്ക്കകത്തല്ലേ അതിവിശുദ്ധ സ്ഥലം? സ്തോത്രം. പ്രാകാരം കടന്ന് ജനത്തിന് പ്രവേശനമില്ലാതിരിക്കുമ്പോൾ ദേണ്ട അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഒരു പ്രധാന വാതിൽ കർത്താവ് തുറക്കുക. വിശദീകരിക്കാൻ സമയമില്ല, അത് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശീല കീറി നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച ജീവന്റെ പുതുവഴി. കാൽവരി ക്രൂശിൽ യേശു കർത്താവ് തകർക്കപ്പെടുമ്പോൾ അവിടുത്തെ ദേഹമാകുന്ന തിരശീല കീറിയ അതേ സമയത്ത് തൊട്ടപ്പുറം ജെറുസലേം ദേവാലയത്തിനകത്തെ തിരശീല കീറുക. എന്തിനാണെന്നറിയാമോ? അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഒരു കൂട്ടത്തിന് വഴി തുറക്കാൻ. ദൈവം കൽപ്പിച്ചാക്കിയ ആണ്ടിലൊരിക്കൽ മാത്രം മഹാപുരോഹിതൻ കയറിപ്പോകുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക്, സ്തോത്രം, ദൈവജനത്തിന് കർത്താവ് വഴി തുറക്കുക. നിങ്ങൾ പ്രാകാരത്തിലേക്ക് നോക്കിയാൽ അവിടെ യാഗപീഠമുണ്ട്, താമ്രത്തൊട്ടിയുണ്ട്. വിശുദ്ധ സ്ഥലത്തേക്ക് വരുമ്പോൾ കാഴ്ചയപ്പത്തിൻ്റെ മേശ, കവരവിളക്ക്, ധൂപപീഠം. അതിവിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ കതിരമരം കൊണ്ടുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞ യഹോവയുടെ നിയമപ്പെട്ടകം, അതിൻ്റെ മുകൾ ഭാഗം കൃപാസനം, അതിൻ്റെ ഇരുവശത്തും പൊന്നുകൊണ്ടുണ്ടാക്കിയ കെരൂബുകൾ ചിറക് വിടർത്തി സ്വർഗത്തിലേക്ക് ഉയരത്തിലേക്ക് നോക്കി നിൽക്കുന്നു. ഇതിൻ്റെ നടുവിലല്ലേ ജനത്തിന് വേണ്ടുന്ന ദൈവത്തിൻ്റെ കാബോധ്, മഹത്വം, ഗ്ലോറി ഇറങ്ങി വരുന്നേ. സ്തോത്രം. ഈ മഹത്വം കാണാൻ എല്ലാവർക്കും അനുവാദമില്ല. മഹത്വം ഇറങ്ങി വരുന്ന ആ തുറന്ന സ്വർഗത്തിന്റെ കീഴിലേക്ക് മഹാപുരോഹിതന് മാത്രമേ പ്രവേശനമുള്ളൂ. പക്ഷേ യേശു കർത്താവിന്റെ ശരീരമാകുന്ന തിരശീല കീറുമ്പോൾ അതേ സമയത്ത് ദൈവാലയത്തിന്റെ തിരശീല കീറി. എന്നാ അർത്ഥം? അതിനകത്തൊരു ജീവന്റെ പുതുവഴി, ആർക്കും പ്രവേശനമില്ലാത്ത ആ മഹത്വത്തിന്റെ 3ാം തട്ടിലേക്ക്, പ്രാകാരം കടന്ന് വിശുദ്ധ സ്ഥലം കടന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഒരു മഹത്വത്തിന്റെ പാത കർത്താവ് ഒരുക്കിയില്ലേ? ഇന്ന് ദൈവാത്മാവിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാ, അതിവിശുദ്ധ വിശ്വാസത്തിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇതുവരെ കാണാത്ത ദൈവത്തിന്റെ ഗ്ലോറി നമ്മൾ കാണാൻ പോകയാം. അവിടെ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരുന്ന സ്ഥലമല്ലേ? ധൂപപീഠത്തിന്റെ വലതുഭാഗത്തല്ലേ സെക്രിയാവിന് വേണ്ടി ഏഞ്ചൽ ഇറങ്ങിയത്? ഞാൻ ഗബ്രിയേലാണെന്ന് പറഞ്ഞ് തന്റെ ഐഡന്റിറ്റിയെ വെളിപ്പെടുത്തി അന്നൊരു ദൂതൻ ഇറങ്ങിയത്. കിലോമീറ്ററുകൾക്കപ്പുറം യഹൂദിയ മലനാട്ടിൽ എലിസബത്തിന്റെ ഉദരത്തെ ചലിപ്പിക്കാനുള്ള ദൈവിക പദ്ധതിയുമായി മരുഭൂമി കൂടെ വെട്ടിക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ച് ഒട്ടകരോമം ധരിച്ച് സർപ്പസന്തതികളെ എന്ന് വിളിച്ച് ന്യായപ്രമാണത്തിന്റെ അവസാന പ്രവാചകനായ യോഹന്നാനെ പുറത്തെടുക്കേണ്ടതിന് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നത് ആ മഹത്വം ഇറങ്ങിയ പ്ലാറ്റ്ഫോമിനകത്തല്ലേ? ഇന്ന് ദൈവസഭയുടെ ആത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറ്റി നിർത്തുന്ന അതിവിശുദ്ധ വിശ്വാസത്തെ ആത്മാവ് നമ്മുടെ അകത്തേക്ക് കൈമാറുമ്പോൾ ഇതുവരെ കാണാത്ത ദൈവദൂതന്മാരുടെ സാന്നിധ്യം, ഇതുവരെ കേൾക്കാത്ത ദൈവിക വാഗ്ദത്തങ്ങളുടെ ശബ്ദങ്ങൾ, ഇതുവരെ അനുഭവിക്കാത്ത ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുകയാ. സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ വായ് തുറന്ന് കർത്താവിന് ആരാധന കൊടുത്തു. സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ കരം തട്ടി. Rakamana hadara manasiartharania Vaidamana hadura barthura manasiartha Vaisha prabana hasiartharanasi Arbana hamdara Vaidamana hasiadaranasiya യേശുവിന്റെ നാമത്തിൽ ഫെയ്ത്ത് വർദ്ധിക്കട്ടെ, ഫെയ്ത്ത് വർദ്ധിക്കട്ടെ, ഫെയ്ത്ത് വർദ്ധിക്കട്ടെ. നീ അകലം പാലിച്ച് നിൽക്കേണ്ട ആളല്ല, നീ ദൂരസ്ഥനായി നിൽക്കേണ്ട ആളല്ല. നീ മഹത്വത്തിന്റെ പോർട്ടലിനകത്തേക്ക് ദൈവം നിനക്ക് വഴി തുറന്നതാ. നീ നിയോഗത്തിനകത്തേക്ക് പ്രവേശിക്കേണ്ട ആളാ, നീ ദൈവിക പദ്ധതിക്കകത്തേക്ക് പ്രവേശിക്കേണ്ട ആളാ. ഇന്ന് കർത്താവിന്റെ ആത്മാവ് അതിനെ തുറക്കുക. യേശുവിന്റെ നാമത്തിൽ അവന്റെ മരണ പുനരുദ്ധാനം കൊണ്ട് ആലയത്തിന്റെ കൺസെപ്റ്റിനെ അവൻ പൊളിച്ചു. ശീലോവിലെ ടാബർനാക്കിളിനകത്ത് ഇറങ്ങിയത്, ജെറുസലേം ദേവാലയത്തിനകത്ത് ഇറങ്ങിയത്, ബിൽഡിങ്ങിനെ കർത്താവ് പൊളിച്ച് രൂപത്തെ തകർത്ത്, രൂപക്കൂടിനെ തകർത്ത് വിശ്വസിക്കുന്ന ഒരുവന്റെ ഉള്ളിലേക്ക് ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ലയോ? അന്നത്തെ ആലയം ആരാധിക്കുന്ന ദൈവവേദ
ജെറുസലേം നിങ്ങളാണ്. അന്ന് ശീലോവിൽ ഉയർന്ന കൂടാരത്തെ ഇന്ന് വേണ്ട ഈ സാകേതിന്റെ മണ്ണിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഉയർത്തിയിരിക്കുകയാ. അന്ന് ജെറുസലേമിൽ ഉയർന്നു വന്ന ആലയത്തെ ഇന്ന് ഈ ബിൽഡിങ്ങിന്റെ 4 ചുവരിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സജീവമാക്കുക. ഇതൊരു ഗ്ലോറി സോണാ, ഇതൊരു ഗ്ലോറി സോണാ. അനദർ സോൺ നമുക്ക് വേണ്ടി ഓപ്പൺ ആകുന്നു. അനദർ സോൺ നമുക്ക് വേണ്ടി ഓപ്പൺ ആകുന്നു. അനദർ പോർട്ടൽ നമുക്ക് വേണ്ടി ഓപ്പൺ ആകുന്നു. പ്രാകാരത്തിൽ പ്രാർത്ഥനയാണെങ്കിൽ, വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്റെ പ്രാർത്ഥനയാണെങ്കിൽ, അതിപരിശുദ്ധ സ്ഥലത്ത് ഗ്ലോറി ഇറങ്ങി വരുന്നിടമാ. ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ തുറന്നു വരാത്ത മഹത്വത്തിന്റെ പോർട്ടലിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുകയാ. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഇതുവരെ തുറന്നു വരാത്ത മഹത്വത്തിന്റെ വാതിൽ തുറന്നു വരട്ടെ. The most holy faith, ശിഷ്യന്മാരുടെ അകത്ത് ലിറ്റിൽ ഫെയ്ത്ത്, രക്തസ്രാവക്കാരി സ്ത്രീയുടെ അകത്ത് ഫെയ്ത്ത്, കനാന്യ സ്ത്രീയുടെ അകത്ത് ഗ്രേറ്റ് ഫെയ്ത്ത്. പുതുനിയമ സഭയോട് ദൈവം പറയുന്ന വിശ്വാസം ഇതൊന്നുമല്ല, അത് അതിവിശുദ്ധ വിശ്വാസമാ. കണ്ടോ, ബാക്കി 3 വിശ്വാസങ്ങളും യേശുവിന്റെ ക്രൂശിന് മുമ്പുള്ളതാ, യേശുവിന്റെ മരണത്തിന് മുമ്പുള്ളതാ, യേശുവിന്റെ പുനരുദ്ധാനത്തിന് മുൻപുള്ളതാ. വേണ്ട, യേശുവിന്റെ മരണ പുനരുദ്ധാനത്തിന് അനന്തരമായി ദൈവസഭയോട് കർത്താവ് പറയുന്ന വിശ്വാസം അല്പവിശ്വാസമല്ല, വിശ്വാസമല്ല, വലിയ വിശ്വാസമല്ല, അത് അതിവിശുദ്ധ വിശ്വാസമാ. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസം അത് വിശുദ്ധിയുള്ളതാ, അത് വിശുദ്ധിയുള്ളതാ. വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ അകത്ത് അശുദ്ധി തൊടാതെ, പാപത്തെ അകറ്റി നിർത്തുന്ന, അശുദ്ധി തൊടാതെ പിശാചിന്റെ സകല പ്രലോഭനങ്ങളെയോ സകല ടെംപ്റ്റേഷനുകളെയോ അകറ്റി നിർത്തുന്ന ചില ദൈവമക്കളുടെ അകത്തേക്ക് ഈ വിശ്വാസത്തിന്റെ ഗ്രാഫിനെ കർത്താവ് വർദ്ധിപ്പിക്കാൻ പോകുകയാ. 2025 8ാം മാസത്തിൽ നിന്റെ ഫെയ്ത്തിന്റെ ഗ്രാഫ് വർദ്ധിക്കുമെന്ന്. ക്രിസ്തുവിന്റെ ഹോളിനെസ് ഉള്ള ഒരു ജനറേഷൻ. മാൻ ഓഫ് ഗോഡ്, ദൈവാത്മാവ് എന്നോട് പറയുന്നു, അവന്റെ ഹോളിനെസ്സിനെ വഹിക്കുന്ന, അവന്റെ പരിശുദ്ധിയെ വഹിക്കുന്ന, അവന്റെ വിശുദ്ധിയെ വഹിക്കുന്ന, പാപത്തിനകത്ത് വീഴാതെ, ടെംപ്റ്റേഷനകത്ത് വീഴാതെ, പിശാചിന്റെ തന്ത്രങ്ങളുടെ അകത്ത് വീഴാതെ, ഒന്നിന്റെ മുമ്പിൽ വഴങ്ങിക്കൊടുക്കാതെ ദൈവത്തിന്റെ മഹത്വത്തെ ചുമക്കുന്ന ഒരു വിശുദ്ധിയുടെ തലമുറയെ. അല്പവിശ്വാസം കാറ്റിനെയും കടലിനെയും ശാന്തമാക്കും. വിശ്വാസം ശരീരത്തിനകത്ത് സൗഖ്യം തരും. വലിയ വിശ്വാസം കിലോമീറ്ററിനകത്ത് അപ്പുറം ദൈവപ്രവൃത്തിയെ ചലിപ്പിക്കും, ആ വംശത്തിന്റെ ശാപത്തെ പൊട്ടിക്കും. എന്നാൽ അതിവിശുദ്ധ വിശ്വാസം ഇതൊന്നുമല്ല, സൗഖ്യത്തിനുള്ളതല്ലത്, എന്തെങ്കിലും അത്ഭുതത്തിനുള്ളതല്ലത്. ബൈബിൾ എഴുതി, അതിവിശുദ്ധ വിശ്വാസം നിങ്ങളുടെ അകത്ത് വ്യാപരിച്ചാൽ 1 നിങ്ങൾക്ക് ആത്മീക വർധനം ഉണ്ടാവും, 2 നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ കൃപ തരും, 3 നിത്യജീവനായിട്ട് നിങ്ങളെ ഒരുക്കും. കണ്ടോ, ഇതൊരു പായ്ക്കാജാ. അന്ന് ശിഷ്യന്മാരും രക്തസ്രാവക്കാരിയും കനാന്യ സ്ത്രീയും ഒക്കെ വിശ്വസിച്ചത് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയാ. എന്നാൽ ന്യൂ കവനന്റ് ചർച്ചിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ദ മോസ്റ്റ് ഹോളി ഫെയ്ത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നതാ. നിന്റെ ആത്മമണ്ഡലത്തിനകത്ത് നീ താന്നു പോകത്തില്ല, നീ വർദ്ധിച്ചു വരും. നിന്റെ അഭിഷേകത്തിനകത്ത് നീ താന്നു പോകത്തില്ല, നീ വർദ്ധിച്ചു വരും. കൃപാവരത്തിനകത്ത് താന്നു പോകത്തില്ല, വർദ്ധിച്ചു വരൂ. പ്രയർ ലൈഫിനകത്ത് താന്നു പോകത്തില്ല, വർദ്ധിച്ചു വരൂ. അവന്റെ നിറവിൽ നിന്നും നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ, ഗ്രേസ് അപ്പോൺ ഗ്രേസ്, ഗ്രേസ് അപ്പോൺ ഗ്രേസ്. ഇന്ന് പ്രാപിക്കുന്ന കൃപയിൽ നിന്നും അതിന്റെ മീതെ കൃപയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറാൻ പോകയാ. എന്റെ മീതെ അത് തുറക്കണമെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർ അന്യഭാഷ പറഞ്ഞ് ദൈവത്തിന് ആരാധന കൊടുത്തു. ഇന്ന് കർത്താവ് ചില നാവിന്റെ മീതെ അത് പകരാൻ പോകയാ, നാവിന്റെ മീതെ അത് പകരാൻ പോകയാ. വിശുദ്ധി ചോർന്നു പോകുന്ന, വിശുദ്ധിയെ ചോർത്തിക്കളയുന്ന, വിശുദ്ധിക്ക് വേണ്ടി സ്തോത്രം, ഹല്ലേലൂയ. പിശാചി ജനതനെ അതിന്റെ മധ്യത്തിൽ തകർത്ത് കളയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അടുത്തൊരു ജനറേഷനെ പട്ടണത്തിനകത്ത് എഴുന്നേൽപ്പിക്കുന്നു, അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. പാപം കൊടികുത്തി വാഴുന്ന പട്ടണത്തിനകത്ത്, ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ ഇരിപ്പിടമിട്ട് വാഴുന്ന അവന്റെ സ്ട്രോങ് ഹോൾഡുകളുടെ അകത്ത് ദൈവരാജ്യത്തിന്റെ മഹത്വത്തെ പ്രദർശിപ്പിക്കുന്ന ഒരു മഹത്വത്തിന്റെ തലമുറയെ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ. നിങ്ങളിൽ ആരെങ്കിലും അവിശ്വാസത്താൽ സംശയിക്കാതെ ഈ മലയോട് കടലിൽ പോയി ചാടാൻ പറഞ്ഞാൽ സംഭവിക്കും, സംഭവിക്കും. കാരണം ഈ ഫെയ്ത്തിനൊരു ലെവലുണ്ട്. അല്പത്തിൽ നിന്നും വിശ്വാസം
വലിയത്? അതിവിശുദ്ധ വിശ്വാസം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോയാ സ്തോത്രം. ഈ സെഷൻ നമുക്ക് അനുവദിക്കപ്പെട്ട സമയം കഴിയുന്നു. ദൂത് നിങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കട്ടെ. നിങ്ങൾക്ക് 1-2 മിനിറ്റുകൾ എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുന്നവർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റാട്ടെ. സെയിൻ അവേഴ്സ് മീറ്റിംഗ് യാസ്ബഖോറിയ. വേഗത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോയാ